ആർക്കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇനോർഗാനിക് കെമിസ്ട്രിയിലെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുക. സോ നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് ഒരു ഡിഗ്രി ലെവലിലാണ് നമ്മൾ ഇന്ന് നോക്കി കാണാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ കെമിസ്ട്രി സ്ട്രീമിലും അതുപോലെ തന്നെ വേറെ പല സ്ട്രീമിലും ഫിസിക്സുകാരും ബയോളജിക്കാരും ഒക്കെ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്, അവരുടെ എക്സാമിനും പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുക. അപ്പം കെമിസ്ട്രിക്കാരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. നിങ്ങൾ നല്ലപോലെ പഠിച്ചാൽ എളുപ്പമാണ്. ബാക്കിയുള്ള സ്ട്രീമിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഫിസിക്സുകാർക്കാണെങ്കിലും കുറേ അധികം കൺസെപ്റ്റ് ഇതിനകത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി വേറെ ബയോളജിക്കാരാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് കുറച്ചധികം കൺസെപ്റ്റ് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ കെമിസ്ട്രിക്കകത്തെ ഏറ്റവും സ്കോറിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ ഒരു ടോപ്പിക്കാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. കോർഡിനേഷൻ, ഓർഗാനോ മെറ്റാലിക്സ്, ഇവരൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ടോപ്പിക്കുകളാണ്. സോ നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് ഞാൻ പറഞ്ഞു കെമിസ്ട്രിക്കാരോടല്ല ബാക്കിയുള്ളവരോടാണ്. സോ നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് കുറച്ചുകൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു സെമൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ടോപ്പിക്കാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഓക്കെ, സോ ഒരു ഡിഗ്രി ലെവൽ എക്സാമിനകത്ത് വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണോ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് പഠിക്കാനായിട്ട് പോവുക. സോ ഞാൻ ആദ്യമേ പറയാം, കെമിസ്ട്രിക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടാവും. സോ നിങ്ങളെ സംബന്ധിച്ച് ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. കാരണം ഞാൻ പറഞ്ഞു നിങ്ങൾ മാത്രമല്ല ബാക്കിയുള്ള ഫിസിക്സുകാരും ഒക്കെ പഠിക്കുന്നുണ്ട്. സോ അവർക്ക് വേണ്ടി കൂടെയാണ് നമ്മൾ ഇന്നത്തെ സെഷൻ എടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് പതുക്കെ കാര്യങ്ങളൊക്കെ പരത്തി ആയിരിക്കും പറയുക. സോ നിങ്ങൾ കുറച്ചുകൂടെ സ്പീഡിൽ ആ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ട് തോന്നത്തൊന്നുമില്ല. ഇനി ബോറിംഗ് ആയിട്ട് തോന്നിയാലും തോന്നിയില്ലെങ്കിലും സ്കോറിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ശ്രദ്ധിച്ചിരിക്കുക. കൺസെപ്റ്റ് എത്ര തിയറി എത്ര ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമോ അത്രയും നല്ലതാണ്. സോ നിങ്ങൾക്ക് നല്ല നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഒരു കൺസെപ്റ്റ് ഐഡിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പീഡിൽ കണ്ടോ, പ്രശ്നമൊന്നുമില്ല. കെമിസ്ട്രിക്കാരോടാണ്. ബാക്കിയുള്ളവർ വളരെ സ്ലോ ആയിട്ട് കാണുക, ക്ഷമയോടെ കാണുക. നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നഷ്ടപ്പെടുത്തില്ല. ഓക്കെ, സോ നമ്മുടെ സിലബസിനകത്ത് നമുക്ക് ഐസോമെറിസം ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, വെർണർ തിയറി, EAN റൂൾ, ഇതാണ് നമ്മുടെ സിലബസിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ കോർഡിനേഷൻ കെമിസ്ട്രിയെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പറയുക. സോ നമുക്കിവിടെ ഞാൻ പറഞ്ഞു ഇവിടെ ഡിഗ്രി ലെവൽ എക്സാമിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് പറയുന്നതാണ് ഈ ഒരു പാർട്ട്. അതായത് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്താണെന്നാണ് നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുക. എന്താണ് അതിന്റെ ഡെഫിനിഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ടെർമിനോളജീസ് ഉണ്ട്. കോർഡിനേഷൻ സ്പിയർ, കോർഡിനേഷൻ എൻറ്റിറ്റി, ലിഗാൻഡ്, സെൻട്രൽ മെറ്റൽ ആറ്റം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. കോർഡിനേഷൻ കോമ്പൗണ്ടും മറ്റ് ഇനോർഗാനിക് സോൾട്ട്, ഡബിൾ സോൾട്ട് ആയിട്ടൊക്കെയുള്ള വ്യത്യാസം എന്താണ്, അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം നമ്മൾ വെർണറിന്റെ തിയറി പഠിക്കും. വെർണർ ആണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ കുറിച്ച് ആദ്യമായിട്ട് സ്റ്റഡി നടത്തിയ ആള്. സോ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. സോ അതെന്തൊക്കെയാണെന്ന് വെർണർ തിയറിക്കകത്ത് പഠിക്കും. അതിനുശേഷം നമ്മൾ ഒരു റൂള് പഠിക്കുന്നുണ്ട്, EAN റൂൾ എന്ന് പറയും. സോ നമ്മൾ സ്റ്റെബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോംപ്ലക്സ് സ്റ്റേബിൾ ആണോ അല്ലയോ, സോ അതൊക്കെ നമ്മൾ EAN റൂൾ വെച്ചിട്ടാണ് പറയുക. അതിനുശേഷം നമ്മൾ ഐസോമെറിസം ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഓക്കെ, സോ ഐസോമെറിസം കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. സോ ഐസോമെറിസം നമ്മൾ നോക്കുന്നു. അവിടെ നമുക്ക് സ്ട്രക്ചറൽ ഐസോമെറിസം ഉണ്ട്, സ്റ്റീരിയോ ഐസോമെറിസം ഉണ്ട്. സ്ട്രക്ചറിനകത്ത് സിമ്പിൾ ആണ്, കുറച്ച് ഒരു 4 ഐസോമെറിസം നമുക്ക് പഠിക്കാനുണ്ട്. സ്റ്റീരിയോ ഐസോമെറിസിനകത്ത് ജോമെട്രിക്കൽ ഐസോമെറിസം ഉണ്ട്, ഒപ്റ്റിക്കൽ ഐസോമെറിസം ഉണ്ട്. ഓക്കെ, സോ അതാണ് ഈ ഒരു കോർഡിനേഷൻ കെമിസ്ട്രിയുടെ ഒരു ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പാർട്ട്. അപ്പൊ ഈ ആദ്യത്തെ പാർട്ട് ഞാൻ പറഞ്ഞു എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും മനസ്സിലാവുന്നതുമാണ്. അത് സ്കോറിംഗ് ആയിട്ടുള്ള ചാപ്റ്ററുമാണ്, ടോപ്പിക്കുമാണ്. സോ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഇനി സെക്കൻഡ് യൂണിറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിയറികളാണ്. എങ്ങനെയാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ബോണ്ടുകൾ ഫോം ചെയ്യുന്നത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വാലൻസ് ബോണ്ട് തിയറി, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. ഓക്കെ, ഈ 2 തിയറീസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്, വാലൻസ് ബോണ്ട് തിയറി ആൻഡ് ക്രിസ്റ്റൽ ഫീൽഡ്. ഇത് ഫസ്റ്റ് പാർട്ട്, ഇത് സെക്കൻഡ് പാർട്ട്. സോ വാലൻസ് ബോണ്ട് തിയറി ആൻഡ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. സോ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിക്കകത്ത് നമ്മൾ സ്പ്ലിറ്റിംഗ് പഠിക്കുന്നുണ്ട്. സോ ഡി ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിഫറെന്റ് ഫോംസിലേക്ക്, ഡിഫറെന്റ് എനർജി സ്റ്റേറ്റിലേക്ക് പോകുന്നു. അപ്പൊ നമുക്ക് ആ സ്പ്ലിറ്റിംഗ് പഠിക്കാനായിട്ട് 3 ജോമെട്രിയുടെ പഠിക്കാനുണ്ട്. സോ ദ സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽസ് ഇൻ ഒക്ടാഹെഡ്രൽ, ടെട്രാഹെഡ്രൽ ആൻഡ് സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ്. ഈ 3 ജോമെട്രിയുടെ സ്പ്ലിറ്റിംഗ് എങ്ങനെയാണ്, ഓരോ ജോമെട്രി വരുന്ന സമയത്ത് എങ്ങനെയാണ് എനർജി, ആ ഒരു ഓർബിറ്റൽസിന്റെ എനർജി എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. സോ ഈ 3 ഓർബിറ്റൽസിന്റെ കേസിൽ അവരുടെ സ്പ്ലിറ്റിംഗ് പഠിക്കാനുണ്ട്. ദെൻ ആപ്ലിക്കേഷൻസ് എന്നാണ് നിങ്ങളുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. എന്ത് ആപ്ലിക്കേഷൻ എന്ന് കൊടുത്തിട്ടില്ല. സോ ഒരു ഉദ്ദേശിക്കുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ ആപ്ലിക്കേഷൻസ് ആണ്. നമ്മൾ അതിന്റെ കൂടെ ജാൻഡലാർ ഡിസ്റ്റോർഷനും കുറച്ച് മോണസ് പോയിന്റ് കൂടെ നമ്മൾ ബോണസ് ടോപ്പിക് കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ പഠിക്കാനായിട്ട്. നിങ്ങളുടെ സിലബസിനകത്ത് വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ മാക്സിമം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ ഞാൻ ഇതിലെ 3
പാർട്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ആദ്യത്തെ പാർട്ട് എല്ലാവർക്കും പഠിക്കാൻ പറ്റും. രണ്ടാമത്തെ പാർട്ട് നിങ്ങളൊരു ശ്രമം നടത്തുവാണെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന പാർട്ടാണ്. മൂന്നാമത്തെ പാർട്ട്, രണ്ടാമത്തെ പാർട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ പാർട്ട് ഒരു പ്രശ്നവും വരത്തില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന, കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ +2 പഠിക്കുന്ന അതേ കാര്യമൊക്കെ തന്നെ ഉള്ളൂ, കുറച്ചുകൂടെ ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുന്നുണ്ടെന്നുള്ളേ ഉള്ളൂ. ഓക്കെ, വേറെ വലിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, സോ ഞാൻ ഇതിനെ മൂന്നായിട്ട് തിരിക്കുന്നു. ആദ്യത്തെ പാർട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ആദ്യം എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് നോക്കാം. എന്തുകൊണ്ടാണ് അവരെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്? ഓക്കെ, സോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുന്നിലുള്ളത് വലിയൊരു ടാസ്ക് ആണ്. ഈ കോർഡിനേഷൻ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിക്കാരെ സംബന്ധിച്ച് അവർക്ക് അറിയാം, ഒരു ഐഡിയ ഉണ്ടാവും. ബാക്കിയുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ആദ്യമേ പറയാം, ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും അറിയാൻ സാധ്യതയുള്ള ഒരാളാണ് NaCl, നമ്മുടെ കോമൺ സോൾട്ട്. സോ Na പോസിറ്റീവും Cl മൈനസുമായിട്ടാണ് അയാൾ നിൽക്കുന്നത്. സോ ഒരു പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും, സോ അത് രണ്ടോട് ചേർന്നിട്ട് അങ്ങനെയാണ് NaCl നമ്മൾ പറയാം. സോ കെമിസ്ട്രിയിൽ അങ്ങനെ തന്നെയാണ്. സോ ഇവിടെ നമുക്കൊരു പോസിറ്റീവ് അയോൺ ഉണ്ടാവും, നെഗറ്റീവ് അയോൺ ഉണ്ടാവും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിലും ഉണ്ടാവും. പക്ഷേ ഇവർ കോംപ്ലക്സ് എന്നാണ് വിളിക്കുക. എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണല്ലോ കോംപ്ലക്സ് എന്ന് വിളിക്കുക. ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ NaClന്റെ വിഷയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അവർ സിംപിളി ഉള്ള ഒരു ഇനോർഗാനിക് സോൾട്ട് ആണ്. അവരെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇയാള് Na പോസിറ്റീവ് എന്നും ഇയാൾ എന്ത് ചെയ്യുന്നു Cl മൈനസ് എന്നും പറഞ്ഞിട്ട് വെള്ളത്തിലേക്ക് അങ്ങ് പോകും. പക്ഷേ ഈ കോംപ്ലക്സ് അയോണിന്റെ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അയാൾക്ക് ഒരു മെറ്റൽ ഉണ്ടാവും. ഈ മെറ്റലിനെ ചുറ്റിപ്പറ്റി ചില അയോൺസോ മോളിക്യൂൾസോ ഉണ്ടാവും. എന്നിട്ട് ഇവരെ നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റിനകത്തോട്ട് അങ്ങോട്ട് ഇടും. ഇനി ഇതിന് പുറത്തുള്ള ചില അയോൺസ് ഉണ്ട്. സോ ചില അയോൺസ് ഉണ്ട്, ഇതിന് പുറത്ത് കുറച്ച് അയോൺസ് ഉണ്ടാവും. സോ ഇതാണ് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. സിംപിളി പറഞ്ഞാൽ ഇത്രയുമാണ്. എന്തൊക്കെയുണ്ട്? ഒരു മെറ്റൽ ഉണ്ടാവും, കുറച്ച് അയോൺസ് ഈ മെറ്റലിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവും. അയോൺസ് ആകാം, മോളിക്യൂൾസ് ആകാം. അതിനെ നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇടുന്നു. അതിനുശേഷം പുറത്ത് കുറച്ച് ആൾക്കാരുണ്ട്, അവരെന്താ അയോൺസ് ആണ്. ഇതിലേക്ക് നമ്മൾ വരും. ഇത് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാനായിട്ട് ഞാൻ ആദ്യം അങ്ങ് ഡിഫൈൻ ചെയ്യുക എന്താ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്നുള്ളത്. സോ ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള ആൾക്കാർ കുറച്ച് വിഷയമാണ്. അതുകൊണ്ടാണ് അവർ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ ആളെ പിടിച്ച് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ സ്ക്വയർ ബ്രാക്കറ്റിലുള്ള ആള് അതുപോലെ തന്നെ നിൽക്കും, അയാൾ ഡിസോസിയേറ്റ് ചെയ്യുകയൊന്നും ചെയ്യത്തില്ല. പക്ഷെ ഈ പുറത്തുള്ള ആളുണ്ടല്ലോ, പുറത്ത് അയോൺസ് ഉണ്ടല്ലോ, അവർ മാത്രം എന്ത് ചെയ്യും, ഈ അയോൺസ് മാത്രം ഡിസോസിയേറ്റ് ചെയ്യും. അതിനെ നമ്മൾ അയണൈസബിൾ എന്ന് വിളിക്കും. അപ്പൊ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള ആളുണ്ടല്ലോ, അയാൾക്ക് ഒരു മാറ്റവും വരത്തില്ല, വെള്ളത്തിൽ പിടിച്ചിട്ടാലും എവിടെ പിടിച്ചിട്ടാലും. പക്ഷെ സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാം, അവർ അയണൈസബിൾ ആണ്, ഡിസോൾവ് ചെയ്യും വെള്ളത്തിനകത്ത്. ഓക്കെ, സോ ഒരു നോർമൽ ഇനോർഗാനിക് സോൾട്ടും ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. ഇവരെ പിടിച്ച് വെള്ളത്തിട്ട് കഴിഞ്ഞാൽ ഇത് Na+ഉം Cl മൈനസുമായിട്ട് അങ്ങ് പോകും. പക്ഷെ കോർഡിനേഷൻ കോംപ്ലക്സിന്റെ പ്രത്യേകത, നമുക്ക് കോർഡിനേഷൻ കോംപ്ലക്സിനകത്ത് ഒരു മെറ്റൽ ഉണ്ട്, മെറ്റലിനെ ചുറ്റിപ്പറ്റി കുറച്ച് അയോൺസും മോളിക്യൂൾസും ഉണ്ട്. ഇവരെ രണ്ടുപേരെയും കൂടെ നമ്മളൊരു ബ്രാക്കറ്റ്, ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് ഇടുന്നത്. ഇവർ ഇച്ചിരി വിഷയമായതുകൊണ്ട് അവരെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, കോംപ്ലക്സ് എന്നാണ് വിളിക്കുന്നത്. സോ ഇതിന് പുറത്ത് ചില അയോൺസ് ഉണ്ട്. ആ അയോൺസ് എന്താ, അവർ അയോണൈസബിൾ, അവരെ വെള്ളത്തിൽ പിടിച്ചിട്ടാ ഇവർ മാത്രം എന്ത് ചെയ്യും, വെള്ളത്തിൽ അയോണൈസ് ചെയ്യും. ഇവരെന്ത് ചെയ്യത്തില്ല, ഇവർ ആ സ്ക്വയർ ബ്രാക്കറ്റിൽ അങ്ങനെ തന്നെ നിൽക്കും. അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതിന്റെ ഡെഫിനിഷൻ നോക്കാം. സോ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആർ സ്പെഷ്യൽ ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് ഇൻ വിച്ച്, എന്താ അവരുടെ പ്രത്യേകത, അവർക്കൊരു സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ട്, ഈസ് സറൗണ്ടഡ് ബൈ അയോൺസ് ഓർ മോളിക്യൂൾസ്, പ്രത്യേകം ഓർക്കണം, ബിയോണ്ട് ദയർ നോർമൽ വാലൻസി. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്കറിയാം Na പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സോഡിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആയിരിക്കും എപ്പോഴും, അതൊരിക്കലും +2 ഒന്നും കാണിക്കത്തില്ല. അതിന്റെ വാലൻസി എന്ന് പറയുന്നത് 1 തന്നെ, അതിന്റെ നോർമൽ വാലൻസി മാത്രമേ നിൽക്കത്തുള്ളൂ. പക്ഷെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ മെറ്റൽസിന്റെ പ്രത്യേകത, അവർ നോർമൽ വാലൻസിയിലായിരിക്കത്തില്ല. ചിലപ്പോൾ അവരുടെ നോർമൽ വാലൻസി 1 ആണെന്നുണ്ടെങ്കിൽ ആ നോർമൽ വാലൻസി ആയിരിക്കത്തില്ല, ചിലപ്പോൾ 2, 3, 4, 5 ഒക്കെ അവർ എന്ത് ചെയ്യാം, കാണിക്കാം. അപ്പോൾ സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ട്, അയോൺസും മോളിക്യൂൾസും അതിനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്നു. ഇനി എന്താ പ്രത്യേകത, അവരുടെ നോർമൽ വാലൻസിയിൽ ആയിരിക്കത്തില്ല അവർ നിൽക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്, കോംപ്ലക്സ് കോമ്പൗണ്ട്സ് എന്ന് വിളിച്ചത്. ഇപ്പം മോഡേൺ ടെർമിനോളജി അനുസരിച്ച് നമ്മൾ അവരെ എന്തെന്ന് വിളിക്കുന്നു, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നു. അവരെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നു. സിംപിളി എന്താ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ, ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കുറച്ച് ആൾക്കാരുണ്ട്, അതിന് പുറത്ത് കുറച്ച് ആൾക്കാരുണ്ട്, വെള്ളത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ സ്ക്വയർ ബ്രാക്കറ്റിലുള്ള ആൾക്കാർ അങ്ങനെ നിൽക്കും, പുറത്തുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു, അയണൈസ് ചെയ്യുന്നു. അതാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമ്മൾ
എക്സാമ്പിൾ എടുക്കുന്നു, നിക്കൽ ക്ലോറൈഡും അമോണിയം തമ്മിൽ റിയാക്ട് ചെയ്യുന്നു, നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മോളിക്കൂൾ കിട്ടുന്നു. സോ ഇതാണ് നമ്മുടെ മോളിക്കൂൾ. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത്ര ആൾക്കാർ സ്ക്വയർ ബ്രാക്കറ്റിലാണ്, ഇതിന് പുറത്താണ് ആരുള്ളത്, Cl2 ഉള്ളത്. അപ്പൊ അതിന്റെ മീനിങ് എന്താ, ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള ആളെന്താ, കുറച്ച് പ്രശ്നമാണ്, അയാളാണ് കോംപ്ലക്സ്. പുറത്തുള്ള ആളാരാ, Cl2 ആണ്, അയാളും അയോൺ ആണ്, പക്ഷെ അയാളെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അയാൾ ഡിസോസിയേറ്റ് ചെയ്ത് പോകും. ഓക്കെ, സോ നമ്മൾ കോർഡിനേഷൻ കെമിസ്ട്രിയുടെ ഡിഫിനിഷൻ പറയുന്നത്, ദ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആർ മോളിക്കുലർ കോമ്പൗണ്ട്സ് ഇൻ വിച്ച് they are formed from the combination of two or more simple stable compounds. ആ simple stable compounds ആണ് ഇവരൊക്കെ. സിമ്പിൾ ആയിട്ടുള്ള രണ്ടോ അതിൽ കൂടുതലോ സ്റ്റേബിൾ കോമ്പൗണ്ട്സ് ചേർന്നിട്ടാണ് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്താണ്, they retain their identity in solid as well as in dissolved state. സോളിഡ് സ്റ്റേറ്റ് എടുത്താലും അവരിങ്ങനെ ഇരിക്കും, ഇനി ഡിസോൾഡ് സ്റ്റേറ്റ് എടുത്താലും ആ സ്ക്വയർ ബ്രാക്കറ്റിലുള്ള ആൾ എന്ത് ചെയ്യത്തില്ല, അയണൈസ് ചെയ്യത്തില്ല, അയാൾ അങ്ങനെ തന്നെ വെള്ളത്തിൽ നിൽക്കും. അതാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ ഡിഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വായിച്ച് നോക്കിയാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ. സോ ഞാൻ നമ്മളുടെ ആ ഒരു ആളെ പിടിച്ച് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പോവാ നോക്കിയേ, നിക്കൽ Cl2ഉം അമോണിയം തമ്മിൽ റിയാക്ട് ചെയ്യുന്നു, റിയാക്ട് ചെയ്തിട്ട് എനിക്കൊരു മോളിക്യൂൾ ഫോം ചെയ്യുന്നു. NiNH3 6 ടൈംസ് Cl2 ആണ് എൻ്റെ മോളിക്യൂൾ. സോ ഇയാളെ ഞാൻ പിടിച്ച് വെള്ളത്തിൽ ഇടുന്നു. വെള്ളത്തിൽ ഇടുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ NiNH3 6 ടൈംസ് എന്നുള്ളത് അങ്ങനെ തന്നെ നിൽക്കും, അയാൾക്ക് മാറ്റമൊന്നുമില്ല. ഇത് ഡിസോസിയേറ്റ് ചെയ്യാൻ പോകുന്ന ആരാ, ഈ പുറത്ത് നിൽക്കുന്ന ആളാ. പുറത്ത് എത്ര Cl ഉണ്ട്, 2 Cl ഉണ്ട്. ഒരു Cl ചാർജ് എന്താ, -1 ആണ്. സോ 2 Cl- എന്ന് എന്ത് ചെയ്യുന്നു, അത് ഡിസോസിയേറ്റ് ചെയ്യുന്നു. ഇത് 2 Cl- ആയിട്ട് പോയാൽ ഇയാളെ ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇയാളുടെ ചാർജ് എത്ര ആയിരിക്കണം, 2 പോസിറ്റീവ് ആയിരിക്കണം. അപ്പം ഇയാൾ എന്ത് ചെയ്യുന്നു, ഇയാൾ അങ്ങനെ തന്നെ നിൽക്കുന്നു, പക്ഷെ Cl മാത്രം എന്ത് ചെയ്യുന്നു, ഡിസോസിയേറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെ നിൽക്കുന്ന ഇയാളുടെ പേരാണ് എന്തെന്ന് പറയുന്നത്, കോംപ്ലക്സ് അയോൺ എന്ന് വിളിക്കുക. സിമ്പിളി അയാളെ എന്തെന്ന് വിളിക്കും, കോംപ്ലക്സ് അയോൺ എന്ന് വിളിക്കും. സോ it may be noted that the species in the square bracket does not ionize, it remains as a single entity. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കോംപ്ലക്സ് എൻറ്റിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള ആൾ എന്ത് ചെയ്യുന്നില്ല, അയണൈസ് ചെയ്യുന്നില്ല, അയാൾ ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ടാണ് നിൽക്കുന്നത്. അയാളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കോംപ്ലക്സ് എൻറ്റിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പം പൊതുവെ ഇനോർഗാനിക് സോൾട്ടും കോർഡിനേഷൻ കോമ്പൗണ്ട്സ് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ടാവും, അതിനകത്തൊരു മെറ്റൽ ഉണ്ടാവും, ആ മെറ്റലിനെ ചുറ്റിപ്പറ്റി കുറച്ച് അയോൺസും മോളിക്യൂൾസും ഉണ്ടാവും. അവരെപ്പോഴും ഒരുമിച്ച് ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് അങ്ങനെ തന്നെ ഇരിക്കും. അവരെ വെള്ളത്തിൽ ഇട്ടാലും അങ്ങനെ തന്നെ ആയിരിക്കും, ഇനി എവിടെ കൊണ്ടിട്ടാലും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ അവരെ പുറത്ത് അയോൺസ് ഉണ്ട്, അവർ പക്ഷേ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അവർ സൊല്യൂബിൾ ആയിട്ട് അല്ലെങ്കിൽ അയണൈസ് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ബാക്കി ആ സ്ക്വയർ ബ്രാക്കറ്റിനുള്ള ആൾക്കാർ അത് അവരങ്ങനെ തന്നെ നിൽക്കും. പക്ഷേ ഇനോർഗാനിക് സോൾട്ട്, വേറെ സോൾട്ട്, ഇപ്പോൾ NaCl ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, അവരെ വെള്ളത്തിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ Na+ എന്നും Cl- എന്ത് ചെയ്യുന്നുണ്ട്, അത് അയണൈസബിൾ ആയിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, എന്താ, വാലൻസിയുടെ കാര്യം പറഞ്ഞിരുന്നു. ഓക്കെ, ഇനി ഞാൻ അതിലേക്ക് വരാം, ആ വാലൻസി എന്താണെന്നുള്ളത് നമുക്ക് അതിലേക്ക് വരാം. സോ നമ്മൾ അടുത്തതായിട്ട് കോർഡിനേഷൻ കോമ്പൗണ്ടും എന്താ നമ്മൾ മനസ്സിലാക്കി. ഈ ഡബിൾ സോൾട്ട് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ്. ഓക്കെ, ഡബിൾ സോൾട്ടിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് മോർ സോൾട്ട്, നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്നതാണ്, പൊട്ടാഷ്യാലം കേർണലൈറ്റ് ഒക്കെയാണ്. അപ്പൊ മോർ സോൾട്ടിന്റെ ഫോർമുല നോക്കി, FeSO4 NH4 2 ടൈംസ് SO4 6H2 എന്നുള്ളതാണ്. അപ്പം നമ്മുടെ മോർ സോൾട്ട് സോളിഡ് ആണ്, ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത്രയും പേരുണ്ട്. ഇയാളെ പിടിച്ച് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അറിയാമോ, ഇയാള് Fe2 പോസിറ്റീവ് എന്നും SO4 എന്നും NH4 പോസിറ്റീവ് എന്നും പറഞ്ഞ എല്ലാം അയോൺസ് ആയിട്ട് അങ്ങ് പോകും. അതായത് ആ സോളിഡ് സ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന പോലെ അല്ല, പിടിച്ച് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഓരോ അയോണിന്റെയും ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി സൊല്യൂഷൻ സ്റ്റേറ്റില് ഡിസോൾഡ് സ്റ്റേറ്റിൽ ആര് കാണിക്കും, മോർ സോൾട്ട് കാണിക്കും. അങ്ങനത്തെ സോൾട്ടുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡബിൾ സോൾട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദ ഡബിൾ സോൾട്ട് ആർ അഡീഷൻ or molecular compounds which are formed by two apparently saturated compounds but they lose their identity when dissolved in water. ആദ്യം പറഞ്ഞൊന്നും മനസ്സിലായില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. They lose their identity when dissolved in water. വെള്ളത്തിൽ പിടിച്ച് മുക്കിക്കഴിഞ്ഞാൽ അവരുടെ ഐഡന്റിറ്റി അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനത്തെ ഉള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡബിൾ സോൾട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഡബിൾ സോൾട്ടിന് എക്സാമ്പിൾ ആണ് മോർ സോൾട്ട്, പൊട്ടാഷ്യാലം ആൻഡ് കേർണലൈറ്റ്. പണ്ടൊക്കെ ഇതിൻ്റെയൊക്കെ ഫോർമുല എക്സാമിന് ചോദിക്കുമായിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നും ചോദിക്കാറില്ല. ക്വസ്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് മാറി, രീതികൾ മാറി. സോ നിങ്ങൾ ആ ഫോർമുല കാണാതെ പഠിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. പണ്ട് ചോദിക്കുമായിരുന്നു, PSC അതൊക്കെ ചോദിക്കുമായിരുന്നു, എന്താണ് അതിൻ്റെ മോളിക്കുലർ ഫോർമുല എന്ന്. പക്ഷെ ഇപ്പം നമ്മളുടെ എന്താ
എന്താ നോളജും കാര്യങ്ങളും ഒക്കെ ഒത്തിരി വ്യത്യാസമാണ്. ഇപ്പോൾ പുതിയ ജനറേഷൻ കുട്ടികൾ കുറച്ചുകൂടെ ആക്റ്റീവാണ്. ഇത്തരം കാര്യമൊക്കെ ചോദിച്ചാൽ അവർ പറയുമെന്നറിയാം. സോ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പറയത്തില്ല അതിൻ്റെ ഫോർമുല ഒന്നും പഠിക്കണമെന്ന്. സോ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, മോർ സോൾട്ടിനകത്ത് സോളിഡ് സ്റ്റേറ്റിൽ അവർ ഇങ്ങനെ ഉണ്ടാവുക. ഇവരെ പിടിച്ച് വെള്ളത്തിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇയാൾ Fe2+ പ്രോപ്പർട്ടി കാണിക്കും, ഇയാൾ SO4 പ്രോപ്പർട്ടി കാണിക്കും, ഇയാൾ NH4 പ്രോപ്പർട്ടി കാണിക്കും. അപ്പൊ എല്ലാ അയോൺസിന്റെയും പ്രോപ്പർട്ടി ഇയാൾ സോളിഡ് സ്റ്റേറ്റ് ഡിസോൾഡ് സ്റ്റേറ്റ് കാണിക്കും, ആ വാട്ടറിൽ കാണിക്കും. അവരെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡബിൾ സോൾട്ട് എന്ന് വിളിക്കുന്നത്. കാരണം എന്താ? അവരുടെ ഐഡന്റിറ്റി എന്ത് ചെയ്യുന്നില്ല, അവര് നഷ്ടപ്പെടുത്തി കളയുക. വെള്ളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കത്തില്ല, പലതായി ചിന്നിച്ചെതറിപ്പോവും. അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡബിൾ സോൾട്ടുകൾ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു കോർഡിനേഷൻ കോമ്പൗണ്ട് പ്രത്യേകത എന്താ? അവരെ വെള്ളത്തിൽ കൊണ്ടിട്ടാലും അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും, അവർ അയോൺസ് ആയിട്ടൊന്നും മാറത്തില്ല. ആ സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള ആൾക്കാർ അങ്ങനെ തന്നെ നിൽക്കും. ഓക്കെ, സോ നമ്മൾ നമ്മുടെ മോർ സോൾട്ടിനെ എടുക്കുന്നു, വെള്ളത്തിലേക്ക് ഇടുന്നു. എന്താ സംഭവിക്കുക? അത് Fe2+ എന്നും NH4+ എന്നും SO4 എന്നൊക്കെ പറഞ്ഞ് ഡിസോസിയേറ്റ് ചെയ്ത് അയോൺസ് ആയിട്ട് പോകും. അവരുടെ ഐഡന്റിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നഷ്ടപ്പെടുത്തി കളയുവാണ് ചെയ്യുന്നത്. പക്ഷെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ പ്രത്യേകത അതല്ല. The coordination compounds retain their identities in solid state as well as in the dissolved in water or any other solvent. വേറെ ഏത് സോൾവെന്റിൽ കൊണ്ടിട്ടാലും അവരുടെ ഐഡന്റിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? അവര് അതിൽ ഉറച്ചു നിൽക്കും. സോ ഈ ഒരു ടേബിൾ നിങ്ങൾ നോക്കുക, ഈ ടേബിളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഡബിൾ സോൾട്ട് എന്താണ്, കോർഡിനേഷൻ കോമ്പൗണ്ട് എന്താണെന്നാണ് പറഞ്ഞു വന്നത്. സോ കോർഡിനേഷൻ കോമ്പൗണ്ടിനെ കുറിച്ച് കുറേ നേരമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അവരിങ്ങനെ ഐഡന്റിറ്റി ലൂസ് ചെയ്യത്തില്ല, അവരങ്ങനെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. സോ അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, സോ ഇനി വരുന്ന വഴിക്ക് നമ്മൾ ആ ഓരോരോ ടേമുകൾ നമ്മൾ പഠിക്കും. സോ ഡബിൾ സോൾട്ടിനെ കുറിച്ച് ചോദിക്കും. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ഡബിൾ സോൾട്ട്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് കോർഡിനേഷൻ കോമ്പൗണ്ട്, ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. സോ ഡബിൾ സോൾട്ട് ഇങ്ങനെയാണ്, അല്ലെ ഡബിൾ സോൾട്ട് അങ്ങനെയാണ്, ട്രൂ ആണോ ഫോൾസ് ആണോ, അല്ലെ കറക്റ്റ് ആണോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ. സോ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിന് ഇപ്പോൾ ഒത്തിരി ചോദിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ പഠിച്ചു തന്നെ പോകണം. ഞാൻ പറഞ്ഞു നമ്മുടെ സിലബസിലുള്ള പോലെ ഡയറക്റ്റ്ലി നമുക്ക് വെർണർ തിയറിയിലേക്ക് പോകാൻ പറ്റത്തില്ല. ആദ്യം നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്താണെന്ന് മനസ്സിലാക്കണം, അതിനകത്ത് വരുന്ന ടേംസ് എന്താണെന്ന് മനസ്സിലാക്കണം, ഈ മെറ്റൽ എന്താണ്, ലിഗാൻഡ് എന്ന ടേംസ് എല്ലാം മനസ്സിലാക്കിയതിനു ശേഷമേ നമുക്ക് വെർണർ തിയറി പഠിക്കാൻ പറ്റത്തുള്ളൂ. അതിനുശേഷമേ EAN റൂൾ പഠിക്കാൻ പറ്റുള്ളൂ. അതിനും ശേഷമേ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റത്തുള്ളൂ? ഐസോമർസം പഠിക്കാൻ പറ്റത്തുള്ളൂ. സോ ഞാൻ പറഞ്ഞു ആദ്യം വേണ്ടത് ക്ഷമയാണ്. നിങ്ങൾ ക്ഷമയോടെ ഈ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കേട്ട് ഓരോന്നോരോന്ന് മനസ്സിലാക്കി പോവുക, നോട്ട് എഴുതി തന്നെ പോവുക. ഓക്കെ, സോ ഡബിൾ സോൾട്ടിനെ സംബന്ധിച്ച് എന്തൊക്കെ പോയിന്റാ? ഡബിൾ സോൾട്ട് ആർ എക്സിസ്റ്റ് ഓൺലി ഇൻ സോളിഡ് സ്റ്റേറ്റ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാ. ഡബിൾ സോൾട്ട് എക്സിസ്റ്റ് ഓൺലി ഇൻ സോളിഡ് സ്റ്റേറ്റ് ആൻഡ് ഡിസോസിയേറ്റ് ഇൻടു അയോൺസ് ഇൻ അക്വസ് സൊല്യൂഷൻ ഓർ എനി അതർ സോൾവെന്റ്. ഡബിൾ സോൾട്ട് സോളിഡ് സ്റ്റേറ്റിൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. വെള്ളത്തിലോ വേറെ ഏതെങ്കിലും സോൾവെന്റിലോ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അവരവരുടെ ഐഡന്റിറ്റി ലൂസ് ചെയ്തിട്ട് അയോൺസ് ആയിട്ട് മാറും. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ദേ ലൂസ് ദെയർ ഐഡന്റിറ്റി ഇൻ സൊല്യൂഷൻ. സൊല്യൂഷൻ സ്റ്റേറ്റിൽ അവരുടെ ഐഡന്റിറ്റി അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. മൂന്നാമത്തെ പ്രോപ്പർട്ടി, ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡബിൾ സോൾട്ട് ആർ എസെൻഷ്യലി സെയിം ആസ് ദോസ് ഓഫ് ദ കോൺസ്റ്റുവന്റ് കോമ്പൗണ്ട്സ്. ഓക്കെ, സോ നമ്മൾ മോർ സോൾട്ടിനകത്ത് കണ്ടു, അവിടെ അയോൺസ് ആകുന്ന സമയത്ത് അവരുടെ കോൺസ്റ്റന്റ് കോമ്പൗണ്ട്സിന്റെ ആ ഒരു അതേ പ്രോപ്പർട്ടി തന്നെയാണ് ഡബിൾ സോൾട്ട് കാണിക്കുന്നത്. അയണ്, അമോണിയ, സൾഫേറ്റ് ഒക്കെ തന്നെ അതിനകത്തുണ്ട്. സോ അവരുടെ അവർ സൊല്യൂഷനിൽ പോകുന്ന സമയത്ത് അവർ ഓരോരുത്തരുടെയും ഓരോ അയോണിന്റെയും ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ആയിരിക്കും അവർ കാണിക്കുക എന്നുള്ളതാണ്. ദെൻ ഇൻ ഡബിൾ സോൾട്ട് ദ മെറ്റൽ അയോൺസ് എക്സിബിറ്റ് നോർമൽ വാലൻസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. സോ ഞാൻ പറഞ്ഞു NA+, NA എപ്പോഴും +1 ഓക്സിഡേഷൻ ഇല്ല, അതിന്റെ വാലൻസ് എപ്പോഴും 1. സോ അതിന്റെ വാലൻസ് വേറെ വാലൻസ് ഒന്നും കാണിക്കത്തില്ല. പക്ഷെങ്കിൽ അത് എവിടെ? ഡബിൾ സോൾട്ടിനകത്ത്. ഡബിൾ സോൾട്ടിനകത്ത് മെറ്റൽ എപ്പോഴും ഒറ്റ വാലൻസി ഉള്ളൂ, അവരുടെ നോർമൽ വാലൻസി മാത്രമേ കാണിക്കത്തുള്ളൂ, വേറെ വാലൻസി ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും വേറെ വാലൻസി ഉണ്ടോ? ഉണ്ട്, വേറെ വാലൻസി ഉണ്ട്. ആ വാലൻസിയെ കുറിച്ച് നമ്മൾ വെർണർ തിയറിയിലാണ് പഠിക്കുന്നത്. സോ അതിന് മുന്നേ ഡബിൾ സോൾട്ടിനകത്ത് എന്താ? ഡബിൾ സോൾട്ടിനകത്ത് മെറ്റലിന് നോർമൽ വാലൻസി ആയിരിക്കും. അപ്പൊ 4 പോയിന്റ് ആണ് നമ്മൾ ഡബിൾ സോൾട്ടിനെ കുറിച്ച് പഠിച്ചത്. സോ ഇത് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കോർഡിനേഷൻ കോമ്പൗണ്ടിനെ പഠിക്കാം. So the coordination compound exists in solid state as well as when dissolved in water or any other solvent. അവർ സോളിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ ആസ് വെൽ ആസ് ഇൻ ഡിസോൾവ്ഡ് വാട്ടർ ഓർ എനി അതർ സോൾവെന്റ്. They do not completely lose their identity in solution. They do not completely lose their identity. അവരുടെ ഐഡന്റിറ്റി എന്ത് ചെയ്യത്തില്ല? അവർ കംപ്ലീറ്റ് ആയിട്ട് ലൂസ് ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞു കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ ഐഡന്റിറ്റി കംപ്ലീറ്റ് ആയിട്ട് ലൂസ് ചെയ്യത്തില്ല. ആ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ആകത്തുള്ള ആൾ എന്ത് ചെയ്യും? അങ്ങനെ തന്നെ നിൽക്കും. ആ പുറത്തുള്ള ആൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അയോൺസ് ആയിട്ട് പോകത്തുള്ളൂ, അല്ലെങ്കിൽ അയണൈസബിൾ ആയിട്ട് മാറുന്നുള്ളൂ. ആ സ്ക്വയർ ബ്രാക്കറ്റിലുള്ള ആൾ അങ്ങനെ തന്നെ നിൽക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് they do not completely lose their identity in solution. Then the properties of the coordination compounds are different from the constituents. അവരുടെ കോൺസ്റ്റന്റ് കോമ്പൗണ്ട്സിൽ നിന്നും
അയോൺസിൽ നിന്നും ഡിഫറെൻ്റ് ആണ് അവരുടെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു അവരങ്ങനെ തന്നെ നിൽക്കുന്നതുകൊണ്ടാണ് അയോണൈസ് ചെയ്ത് പോകുന്നില്ല. സോ അതുകൊണ്ട് ആ കോൺസ്റ്റന്റ് അയോൺസിന്റെ ആ ഒരു പ്രോപ്പർട്ടി ആയിരിക്കത്തില്ല കോംപ്ലക്സിന് ഉണ്ടാവുക. ഇനി ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ദ മെറ്റൽ അയോൺ ഈസ് സറൗണ്ടഡ് ബൈ നമ്പർ ഓഫ് ഓപ്പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ഓർ ന്യൂട്രൽ മോളിക്യൂൾസ് മോർ ദാൻ ഇറ്റ്സ് നോർമൽ വാലൻസ്. കോർഡിനേഷൻ കോമ്പൗണ്ടിനകത്ത് ഒരു മെറ്റൽ ഉണ്ട്, ദെൻ കുറച്ച് അയോൺസും മോളിക്യൂൾസും ഉണ്ടെന്ന് പറഞ്ഞു. സോ നമ്പർ ഓഫ് ഓപ്പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ഓർ ന്യൂട്രൽ മോളിക്യൂൾസ്. അപ്പം ഇത് അയോൺസോ മോളിക്യൂൾസോ ആകാമെന്ന് പറഞ്ഞു. ഓപ്പോസിറ്റ്ലി ചാർജ് ആണ്, മെറ്റലിന്റെ ചാർജ് എപ്പോഴും എന്താ പോസിറ്റീവ് ആയിരിക്കും. സോ ഇവിടെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസ് ആകാം, അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള മോളിക്യൂൾസ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഇവരെന്ത് ചെയ്യും, ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്തായിരിക്കും ഉണ്ടാവുക. ഇനി in a coordination compound the metal ion satisfies two types of valencies. ഒന്നിനെ പ്രൈമറി വാലൻസി എന്ന് വിളിക്കും, മറ്റതിനെ നമ്മൾ സെക്കൻഡറി വാലൻസി എന്ന് വിളിക്കും. അപ്പൊ ഡബിൾ സോൾട്ടിന്റെ കേസിൽ ഈ പറഞ്ഞ പ്രൈമറി വാലൻസി സെക്കൻഡറി വാലൻസി ഒന്നുമില്ല, നോർമൽ വാലൻസി. പക്ഷെ കോർഡിനേഷൻ കോമ്പൗണ്ടിന് ഒരു പ്രത്യേകത ഉണ്ട്, അവർക്ക് രണ്ട് വാലൻസി ഉണ്ട്, പ്രൈമറി വാലൻസി ഉണ്ട്, സെക്കൻഡറി വാലൻസി ഉണ്ട്. ഈ പ്രൈമറി വാലൻസി എന്താണ്, സെക്കൻഡറി വാലൻസി എന്താണെന്നുള്ളത് വെർണർ തിയറിക്കകത്താണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ എന്താ ചെയ്തത്, കോർഡിനേഷൻ കോമ്പൗണ്ട് എന്താണെന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഒരു മെറ്റൽ ഉണ്ട്, മെറ്റലിനെ ചുറ്റിപ്പറ്റി കുറച്ച് അയോൺസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഉണ്ട്, ഇതിന് പുറത്ത് ചില ആൾക്കാരുണ്ട്, അവരെന്ത് ചെയ്യുന്നു, വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അവര് അയണൈസിബിൾ ആണ്. ഡബിൾ സോൾട്ട് അങ്ങനെയല്ല, വെള്ളത്തിലിട്ട എല്ലാവരും എന്താ അയോൺസ് ആയിട്ട് മാറും. അപ്പൊ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ ഒരു യൂണീക് പ്രോപ്പർട്ടിയാണ്, വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അവർ ഐഡന്റിറ്റി കംപ്ലീറ്റ് ആയിട്ട് ലൂസ് ചെയ്യത്തില്ല. അത്രയും പിടി കിട്ടിയെന്ന് വിചാരിക്കണം, അത്രയും മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, സോ ഇനി ഈ ഒരു ചാപ്റ്ററിലേക്ക് കയറുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് കുറച്ച് ഐഡിയ ഉണ്ടാകണം. ഇതെന്താ, ഇത് നമ്മുടെ പീരിയോഡിക് ടേബിൾ ആണ്. കെമിസ്ട്രിക്കാർക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു പീരിയോഡിക് ടേബിൾ ആണ്. ഓക്കെ, ആ പീരിയോഡിക് ടേബിളിന്റെ ഈ അറ്റത്തുള്ള ആൾക്കാരെ നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ പീരിയോഡിക് ടേബിളിലെ മൊത്തം എലമെന്റ്സിനെ നമ്മൾ 4 ബ്ലോക്കുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് ഓർബിറ്റിൽ വരും എന്നതിനനുസരിച്ച് 4 ബ്ലോക്കുകളായിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നു. ആദ്യത്തെ ആൾക്കാരാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. സോ ലാസ്റ്റ് ഇലക്ട്രോൺ എസ് ഓർബിറ്റിലാണെങ്കിൽ അവരെയാണ് നമ്മൾ എസ് ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. സോ ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം ചേരുന്നതാണ് എസ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം കൂടെ ചേരുന്നതാണ് എസ് ബ്ലോക്ക്. ഇതിനെ ആൽക്കലി മെറ്റൽസ് എന്ന് വിളിക്കുന്നു. ഇതിനെ ഹൈഡ്രജൻ ഇല്ല, ഇതിനെ ആൽക്കലി മെറ്റൽസ് എന്ന് വിളിക്കുന്നു. ഇതിനെ ആൽക്കലി എർത്ത് മെറ്റൽസ് എന്ന് വിളിക്കുന്നു. ഇനി ലാസ്റ്റ് ഇലക്ട്രോൺ പി ഓർബിറ്റിലാണെങ്കിൽ അവരെ നമ്മൾ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കും. സോ 13 തൊട്ട് അങ്ങോട്ടുള്ള ആൾക്കാരൊക്കെ ആരാണ്, പി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. 13 തൊട്ട് അങ്ങോട്ടുള്ളവരൊക്കെ പി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഓക്കെ, സോ 13, 14, 15, 16, 17, 18. ഇനി ഈ നടുക്ക് നീല കളർ കാണുന്ന കുറച്ച് പേരുണ്ടല്ലോ, 3 തൊട്ട് 12 വരെ ഉള്ളവര്, ഇവര് നടുക്കായതുകൊണ്ട് ഇവരെ നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്നാ വിളിക്കാം. ഇവരെ നമ്മൾ എന്തെന്ന് വിളിക്കും, ഡി ബ്ലോക്കിൽ. കാരണം ഇവരുടെ ലാസ്റ്റ് ഇലക്ട്രോൺ ഇവിടെ എൻ്റർ ചെയ്യുന്നത് ഡി ബ്ലോക്കിലാണ് എൻ്റർ ചെയ്യുന്നത്. ഇനി ഇതിലൊന്നും പെടാത്ത കുറച്ച് ആൾക്കാർ താഴെ ഇരിപ്പുണ്ട്, ഓറഞ്ച് ആൻഡ് പച്ച കളറിലുള്ള ആൾക്കാർ. അവരെ നമ്മൾ എഫ് ബ്ലോക്ക് എന്നാ വിളിക്കാം. എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്നാണ് വിളിക്കുന്നത്. കാരണം അവരുടെ ലാസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എഫ് ബ്ലോക്കിലാണ് എൻ്റർ ചെയ്യുന്നത്. ഇവരെ നമ്മൾ വീണ്ടും ആക്ടിനോയിഡ്സ് എന്നും ലാന്തനോയിഡ്സ് എന്നും ആക്ടിനോയിഡ്സ് എന്നും പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എക്സാമിനകത്ത് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. ഓക്കെ, സോ എന്തായാലും ഇത് ട്രാൻസിഷൻ എലമെന്റ്സ്, ഇത് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്, ഇത് എസ് ബ്ലോക്ക് എലമെന്റ്സ്, ഇത് പി ബ്ലോക്ക് എലമെന്റ്സ്. ഇതിനെ നമുക്കിപ്പോൾ ആവശ്യമില്ല, ഇതിനെ നമുക്കിപ്പോൾ ആവശ്യമില്ല. പിന്നെ ആരെ ആവശ്യമുള്ളത്, ഈ നടുക്കുള്ള ട്രാൻസിഷൻ എലമെന്റ്സിനെയാണ് നമുക്ക് ആവശ്യമുള്ളത്. കാരണം ട്രാൻസിഷൻ എലമെന്റ്സ് ആണ് എന്ത് ഫോം ചെയ്യുന്നത്, കോർഡിനേഷൻ കോംപ്ലക്സുകൾ ഫോം ചെയ്യുന്നത്. ട്രാൻസിഷൻ എലമെന്റ്സ് ആണ് കോർഡിനേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. അപ്പൊ ട്രാൻസിഷൻ എലമെന്റ്സ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് അവരെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോവുക. സോ ട്രാൻസിഷൻ എലമെന്റ്സിനെ നമ്മൾ 4 സീരീസുകളായിട്ടാണ് പറയുന്നത്. സോ ഈ ഒരു സീരീസിനെ നമ്മൾ സ്കാൻഡിയം തൊട്ട് തുടങ്ങുന്ന ഈ ഒരു സീരീസിനെ നമ്മൾ 3D സീരീസ് എന്നാണ് വിളിക്കുന്നത്. താഴത്തേത് 4D സീരീസ്, ദെൻ 5D സീരീസ്, അടുത്തത് 6D സീരീസ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് 3D 4D ആൻഡ് 5D ഇവരെ നമുക്ക് വേണം. ഞാൻ ഈ വരയ്ക്കുന്ന ബോക്സ് ഉണ്ടല്ലോ, ഈ ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ്. ആരൊക്കെയാ, 3D 4D ആൻഡ് 5D
സ്കാൻഡിയം തൊട്ട് ഈ ഒരു സീരീസ് ഇവിടം വരെ, അടുത്തത് ഇവിടം വരെ, അടുത്തത് ഇവിടം വരെ, ഇവരെ കുറിച്ച് നമ്മൾ പഠിക്കണം. അവരുടെ കോൺഫിഗറേഷൻ അറിഞ്ഞിരിക്കണം. അവരുടെ കോൺഫിഗറേഷൻ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ കോർഡിനേഷൻ കെമിസ്ട്രിക്കകത്ത് അത് കെമിസ്ട്രിക്കാരാണെങ്കിലും വേറെ സബ്ജക്റ്റ് ഉള്ളവരാണെങ്കിലും ആദ്യം പഠിക്കേണ്ടത് അത് ഈ സാധനം ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ആപ്ലിക്കേഷൻ എവിടെയും വരുന്നുണ്ട്, ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രിക്കകത്തും വരുന്നുണ്ട്. സോ നിങ്ങൾ ഇത് ഇവിടുന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ചാപ്റ്റേഴ്സ് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഒന്ന് കോർഡിനേഷൻ കെമിസ്ട്രിയും പഠിക്കാം, ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രിയും പഠിക്കാം. സോ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇവരെ അങ്ങ് പഠിക്കുക. ഇവരുടെ എലമെന്റ്സിന്റെ ഓർഡർ പഠിക്കണം, കോൺഫിഗറേഷൻ പഠിക്കണം. ഇതിന്റെ താഴോട്ട് ആരൊക്കെയാണ്, നിക്കലിന്റെ താഴെ ആരാണ് വരുന്നത്, കൊബാൾട്ടിന്റെ താഴെ ആരാണ് വരുന്നത്, അയണിന്റെ താഴെ ആരാണ് വരുന്നത്, അത് എഴുതി പഠിക്കണം. അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ്. സോ അതാണ് നമ്മൾ ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കിയേ, സ്കാൻഡിയം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് 3D സീരീസ് ഉണ്ട്, 4D സീരീസ് ഉണ്ട്, 5D സീരീസ് ഉണ്ട്. ഈ 3 സീരീസ് ആണ് പഠിക്കാൻ പോവുക. സോ സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, Mn, Fe, കൊബാൾട്ട്, നിക്കൽ, Cu, സിങ്ക്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അറ്റോമിക് നമ്പർ 21, 22, 23, 24, 25, 26, 27, 28, 29, 30. നിങ്ങൾ ഇനി ഒന്നും പഠിച്ചില്ലെങ്കിലും ഈ 3D സീരീസ് ആ ഓർഡറെങ്കിലും പഠിച്ചിരിക്കണം. ഇനി സ്കാൻഡിയത്തിന്റെ താഴെ നോക്കണ്ട, അത് വൈയും എല്ലയും ആണ് വരുന്നത്. അത് നിങ്ങൾ നോക്കണ്ട, ഇത് നിങ്ങൾ നോക്കണ്ട, ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് നോക്കിയാൽ മതി. ഇതിന്റെ താഴെ വരുന്നത് സിർക്കോണിയം, ഹാഫ്നിയം ആയിരിക്കും. ഇവിടെ NbTA ആയിരിക്കും. ക്രോമിയത്തിന് താഴെ വരുന്നത് മോളിബ്ഡിനിയം, ടങ്സ്റ്റൺ ആയിരിക്കും. Mന്റെ താഴെ വരുന്നത് TcRe ആയിരിക്കും. Feയുടെ താഴെ വരുന്നത് RuOS, ഒസ്മിയം ആയിരിക്കും. കൊബാൾട്ടിന് താഴെ വരുന്നത് RHIR ആയിരിക്കും. നിക്കലിന്റെ താഴെ ഓട ആണ്. സോ PD ആണ് വരിക. ദെൻ Ag, Au, സിങ്ക്, കാഡ്മിയം ആൻഡ് മെർക്കുറി. ഞാൻ പറഞ്ഞത് ഇത്രയും പഠിച്ചാൽ മതി എന്നാണ്. ഇത്രയും പേരുടെ അത് ഇങ്ങനെ ചോദിച്ചാലും പറയണം, താഴോട്ട് ചോദിച്ചാലും പറയണം, എങ്ങനെ ചോദിച്ചാലും പറയണം. ഓക്കെ. സോ ഈ മോളിലുള്ള 3Dയുടെ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. കാരണം ടൈറ്റാനിയത്തെ പോലെ തന്നെയാണ് ബാക്കി 2 പേര്, വനേഡിയത്തെ പോലെ തന്നെയാണ് ബാക്കി 2 പേര്, ക്രോമിയത്തെ പോലെ തന്നെയാണ് ബാക്കി 2 പേര്, Mനെ പോലെ തന്നെയാണ് ബാക്കി 2 പേര്, Fe പോലെ തന്നെയാണ് ബാക്കി 2 പേര്. ഈ പറഞ്ഞ എല്ലാവരും അങ്ങനെയാണ് ഉണ്ടാവുക. കാരണം എന്താ, താഴോട്ട് വരുന്നതനുസരിച്ച് അവരുടെ പ്രോപ്പർട്ടി സിമിലർ ആയിട്ടല്ലേ വരിക. സോ അത് തന്നെയാണ് അതിന്റെ കാരണം. ഓക്കെ. സോ ഈ മുകളിലത്തെ ആൾക്കാരെ പോലെ അറിഞ്ഞിരിക്കുന്ന പോലെ താഴെയുള്ള ആരൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. 4Dയിൽ ആരാണ്, 5Dയിൽ ആരാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് ഇത് നമ്മൾ ഇത്രയും മനസ്സിലാക്കി. ഇനി ഇവരുടെ കോൺഫിഗറേഷൻ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു. സോ കോൺഫിഗറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇത്രയും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ആദ്യം ചെയ്യേണ്ടത് 3D, 4D, 5D എന്ന് എഴുതുന്നു. സ്കാൻഡിയം തൊട്ട് സിങ്ക് വരെ എഴുതുന്നു. ഇതിന്റെ താഴെ ആരൊക്കെയാണ് വരുന്നത്, അത് ഓരോന്നിന്റെയും താഴെ ആരൊക്കെയാണെന്ന് ഓർത്തിരിക്കണം. ഓക്കെ. എനിക്ക് അറിയാവുന്ന ഒരു കോഡ് ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് കോഡുകളുണ്ട്. സോ ഞാൻ +2 പഠിക്കുന്ന സമയത്ത് എന്നെ ടീച്ചർ പഠിപ്പിച്ച ഒരു കോഡാണ്. നോക്കിയേ, ഇവിടെ തൊട്ടാണ് തുടങ്ങുന്നത്. സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീസ് കൊടുക്കാൻ നിൽക്കുന്ന സീൻ എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഒന്നുകൂടെ പറയാം. സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീസ് കൊടുക്കാൻ നിൽക്കുന്ന സീൻ എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ് ഉപയോഗിക്കാം. ബാക്കിയുള്ള കോഡൊന്നും പറയാൻ പറ്റാത്ത ചില അൺപാർലമെന്ററി വേർഡ്സ് ആണ്. ഓക്കെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ഉപയോഗിക്കാം. ഇതിന് നമ്മൾ നീ, ഓട, പട്ടി എന്നാണ് വിളിക്കുക. സോ ബേസിക്കലി അങ്ങനത്തെ ചില ടൈംസ് ആണ്. നമുക്കത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും ആ സെൻസിൽ എടുക്കുന്നൊന്നും നിർബന്ധമൊന്നുമില്ല. സോ അതുകൊണ്ട് എല്ലാ കോഡുകളും റിവീൽ ചെയ്യാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട്. സോ എന്തായാലും നിങ്ങൾ നിങ്ങളുടേതായ കോഡ് എന്ത് ചെയ്യാനും ഡിസൈഡ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചു വെക്കാവുന്നതേ ഉള്ളൂ. സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീസ് കൊടുക്കാൻ നിൽക്കുന്ന സീൻ എന്നുള്ള രീതിയിൽ അത് വേണമെങ്കിൽ പഠിച്ചു വെക്കാം. നമുക്ക് 3D ആവശ്യമായിട്ട് വരും. ബാക്കിയുള്ളവരെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിന്റെ ലാസ്റ്റിലുള്ള 3 പേരെ കണ്ടോ, സിങ്ക്, കാഡ്മിയം, മെർക്കുറി. സോ നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇവർ ശരിക്കും സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. ഇവരെ നമ്മൾ സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഇവർ ശരിക്കും ട്രാൻസിഷൻ എലമെന്റ് അല്ല, പക്ഷെ ഇവരെ അവിടെ ചേർത്ത് വെച്ചിരിക്കുന്നുള്ളതേ ഉള്ളൂ. സോ ഒരു ട്രാൻസിഷൻ എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള d ഓർബിറ്റൽസ് ഉണ്ടായിരിക്കണം. പക്ഷെ ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓർ എക്സൈറ്റഡ് സ്റ്റേറ്റ്. പക്ഷെ സിങ്കിനും കാഡ്മിയത്തിനും മെർക്കുറിയുടെയും പ്രത്യേകത, അവര് ഗ്രൗണ്ട് സ്റ്റേറ്റിലും
എക്സൈറ്റഡ് സ്റ്റേറ്റിലും അവരുടെ ഡി ഓർബിറ്റൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. ഓക്കെ, അവരുടെ ഓർബിറ്റൽ എന്താണ്? കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അപ്പോൾ ഇവരെ 3 പേരെ നമ്മൾ ട്രാൻസിഷൻ എലമെന്റ് ആയിട്ടല്ല പരിഗണിക്കുന്നത്. അവർ ട്രാൻസിഷൻ എലമെന്റ് അല്ല, അത് ഓർത്തിരിക്കണം. അത് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കും. സോ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്തല്ല? ട്രാൻസിഷൻ എലമെന്റ് അല്ല. എന്താ കാരണം? അവർക്ക് കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റലാണ്. അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലായിക്കോട്ടെ എക്സൈറ്റഡ് സ്റ്റേറ്റിലായിക്കോട്ടെ. അങ്ങനെ പറയാനുള്ള കാരണം ഇവരുടെ കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 3d10 4s2 എന്നുള്ളതാണ്. സോ ഡി ഓർബിറ്റൽ പാർഷ്യലി ഫിൽഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾ അവരെ ട്രാൻസിഷൻ എലമെന്റ് എന്ന് വിളിക്കത്തുള്ളൂ. സോ ഇവിടുന്ന് 2 ഇലക്ട്രോൺ പോയാൽ പോലും അത് എന്തായിട്ടാണ് മാറുന്നത്? D10 ആയിട്ടാണ് മാറുന്നത്. സ്റ്റിൽ അതെന്താണ്? കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. സോ ഇൻകംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ നമ്മൾ എന്തെന്ന് വിളിക്കത്തുള്ളൂ? ട്രാൻസിഷൻ എലമെന്റ് എന്ന് വിളിക്കത്തുള്ളൂ. ഒന്നും വേണ്ട, ഇവർ 3 പേരും എന്തല്ല? ട്രാൻസിഷൻ എലമെന്റ് എന്നല്ല. അവരെ അങ്ങനെയല്ല വിളിക്കുന്നത്. അവരെ സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ് എന്നാണ് വിളിക്കുന്നത്. അവർ പോയിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ 3D 4D 5D സീരീസ് നമ്മൾ പഠിച്ചു. ഓക്കെ, ഞാൻ പറഞ്ഞു ഈ പീരിയോഡിക് ടേബിളിനകത്ത് 3D 4D 5D സീരീസ് നമ്മൾ ഓർത്തിരിക്കണം. ഈ 3Dക്ക് ഞാനൊരു നിങ്ങൾക്കൊരു ട്രിക്കും പറഞ്ഞു തന്നു. സോ ഇനി ഇവരുടെ അടുത്ത പഠിക്കേണ്ടത് ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യാം? സോ ഞാൻ ഇത് മായ്ക്കാം. മായ്ച്ചിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3Dയുടെ മാത്രമേ ഞാൻ പഠിക്കാൻ പറയുന്നുള്ളൂ. ബാക്കിയുള്ളവരുടെ ഒക്കെ അതുപോലെ തന്നെയാണ് വരുന്നത്. സോ 3Dയുടെ ആണ് നമുക്ക് ഫുൾ അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. സോ അതുകൊണ്ട് 3D മാത്രം നമ്മൾ കാണാതെ പഠിക്കണം. കാണാതെ പഠിക്കാനൊന്നുമില്ല, മനസ്സിലാക്കി പഠിക്കാവുന്നതേ ഉള്ളൂ. ഞാനത് പറഞ്ഞുതരാം, നിങ്ങൾ അതുപോലെ അങ്ങ് എഴുതി പഠിച്ചാൽ മതി. ഞാൻ പറഞ്ഞു ഇത് പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം, നിങ്ങൾക്ക് 2 ചാപ്റ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. കോർഡിനേഷൻ കെമിസ്ട്രി സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രി നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ രണ്ടാമതായിട്ട് നമ്മൾ പറയാനായിട്ട് പോവാ, ഇവരുടെ കോൺഫിഗറേഷൻ ആണ്. സോ 3Dയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമ്മൾ പറയാനായിട്ട്. നിങ്ങൾ അങ്ങനെ തന്നെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ 3Dയിലുള്ള ആരൊക്കെയാന്ന് നോക്കിയേ. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, Mn, ദെൻ ഓക്കെ ഞാൻ ഇങ്ങോട്ട് തന്നെ എഴുതാം. Fe, കൊബാൾട്ട്, നിക്കൽ, ദെൻ കോപ്പർ ആൻഡ് സിങ്ക്. ഓക്കെ, അപ്പൊ അറ്റോമിക് നമ്പർ 21 to 30 വരെയാണ് നമുക്ക് 3D സീരീസ് എന്ന് പറയുന്നത്. സോ അറ്റോമിക് നമ്പർ 21 എന്ന് പറയുന്നത് സ്കാൻഡിയം ആണ്. സോ 21, 22, 23, 24, 25, 26, 27, 28, ഇയാൾ 29 ആൻഡ് ഇയാൾ 30. ഓക്കെ, ഇനി ഇവരുടെ കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് നോക്കിയേ, നമ്മൾ ആർഗൺ 18 ആണ്. സോ 18 ശേഷമുള്ള ഓർബിറ്റൽ ചെയ്യുന്നു, ഇലക്ട്രോൺ ഫില്ല് ചെയ്യുക ചെയ്യുന്നു. ഓക്കെ, സോ നമുക്കിവിടെ 3D ഓർബിറ്റലും ഉണ്ട്, ഒരു 4s ഓർബിറ്റലും ഉണ്ട്. 3D ഓർബിറ്റലും ഉണ്ട്, 4s ഓർബിറ്റലും ഉണ്ട്. സോ 4s ഫില്ല് ചെയ്യുന്നു, ശേഷം 3D ഫില്ല് ചെയ്യുന്നു. 4s ഫില്ല് ചെയ്യുന്നു, ശേഷം 3D ഫില്ല് ചെയ്യുന്നു, അല്ലേ? ഓക്കെ, സോ AR ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓൾറെഡി ഇവിടെ 18 ഇലക്ട്രോൺസ് ഉണ്ട്. ബാക്കി 3 ഇലക്ട്രോൺസ് ആണ് നമുക്കുള്ളത്. 21 ആണ് വരിക സ്കാൻഡിയത്തിന്റെ കേസിൽ. ബാക്കി 3 ഇലക്ട്രോൺസിനെ ഈ 2 ഓർബിറ്റിൽ നമുക്ക് അറേഞ്ച് ചെയ്യണം. സോ 2 ഇലക്ട്രോൺ S ഓർബിറ്റിൽ പോകും. പോയിട്ട് എത്ര ഇലക്ട്രോൺ ഉള്ളത്? 1 ഇലക്ട്രോൺ ഡിയിൽ വരും. ആ രീതിയിലാണ്. അപ്പൊ AR എന്ന് പറഞ്ഞാൽ 18 ആയി. ഇവിടെ അറ്റോമിക് നമ്പർ 22 ആണ്. സോ ഓൾറെഡി 18 ഉണ്ട്. ഇനി 3D ഓർബിറ്റിലും 4s ഓർബിറ്റിലും ഉണ്ട്. ഇതിനകത്ത് 2 പേരുടെ 4 ഇലക്ട്രോൺ. എസിൽ 2 ഇലക്ട്രോണേ മാക്സിമം കൊള്ളത്തുള്ളൂ. ഡിയിൽ ആ ബാക്കി 2 എണ്ണം പോകും. ഓക്കെ, സോ നിങ്ങൾക്ക് അറിയാം എസ് എന്ന് പറഞ്ഞാൽ ഒറ്റ സബ്ഷെല്ലേ ഉള്ളൂ. പി എന്ന് പറഞ്ഞാൽ 3 സബ്ഷെല്ലുണ്ട്. ഡി എന്ന് പറഞ്ഞാൽ എത്ര സബ്ഷെല്ലുണ്ട്? 1, 2, 3, 4, 5 സബ്ഷെല്ലുണ്ട്. അത് മറന്നു പോകരുത്. ഓക്കെ, സോ ഇത് എസ് ഓർബിറ്റൽ, ഇത് പി ഓർബിറ്റൽ, ഇത് ഡി ഓർബിറ്റൽ. അപ്പം അതനുസരിച്ച് ഞാനിവിടെ 3D 4s എന്നാണ് എഴുതിയിരിക്കുന്നത്. 4s എന്ന് പറഞ്ഞാൽ മാക്സിമം 2 ഇലക്ട്രോൺസിനാണ് അതിനെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പൊ അറ്റോമിക് നമ്പർ 21 ആയിരുന്നു. 18നെ നമ്മൾ AR എന്ന് എഴുതി. ദെൻ 2 ഓർബിറ്റിലുണ്ട്, 3 ഇലക്ട്രോണാണ് ബാക്കിയുള്ളത്. 2 എസ്സിൽ പോയി, 1 ഡിയിൽ പോയി. ഇവിടെ 2 എസ്സിൽ പോയി, 2 D2യിൽ പോയി. ഇനി വനേഡിയത്തിന്റെ കേസിൽ 23 ആണ് അറ്റോമിക് നമ്പർ. AR എന്ന് എഴുതി. 3D ഓർബിറ്റിലുണ്ട്, 4s ഓർബിറ്റിലുണ്ട്. 18 ഓൾറെഡി ഉണ്ട്, 23 ആണ് വേണ്ടത്. 5 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യണം. 2 ഇവിടെ വന്നാൽ ബാക്കി 3 ഇവിടെ വരും, 3Dയിൽ വരും. ഇനി വീണ്ടും AR എന്ന് എഴുതി. 18 ആയി, 24 ആണ്. സോ 3D ഉണ്ട്, 4s ഉണ്ട്. ഇവിടെ 2 വന്നാൽ
ബാക്കി 4 എവിടെ വരണം? 3d4 വരണം. ഇനി mn ആണെങ്കിലോ AR 3d ഉണ്ട്, 4s ഉണ്ട്. സോ 18 വന്നു, 7 ഉണ്ട്. ഇനി ബാക്കി 2 ഇവിടെ വരും, 5 3d വരും. ദെൻ FE 26 ആണ്, 18 ഓൾറെഡി വന്നു. ഇനി 3d ഉണ്ട്, 4s ഉണ്ട്. 18 പോയിട്ട് 8 കൂടെ വരണം, 2 ഇവിടെ കൊടുത്തു, 6 ഇവിടെ കൊടുത്തു. ദെൻ കൊബാൾട്ട് വരുന്നു, AR 3d7 4s2. നിക്കൽ AR 3d8 4s2. ഇനി കോപ്പർ ആണെങ്കിലോ 18 ഓൾറെഡി വന്നു, 18 ശേഷം ഇനി 11 കൂടെ വരണം. സോ 3d ഉണ്ട്, 4s ഉണ്ട്. 2 ഇവിടെ കൊടുത്തു, ബാക്കി 9 ഡിയിൽ കൊടുത്തു. ഇനി സിങ്ക് ആണെങ്കിൽ AR 18 വന്നു, ഇനി 12 കൂടെ വരണം. 4s 2 കൊടുത്തു. ഇനി ഡിയിൽ എത്ര കൊടുക്കാനുള്ളത്? 10 കൊടുക്കാനുള്ളത്. സോ ഈ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യേണ്ടത്. ഇനി ഇതൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. എന്ത് ചെയ്യുക? ഈ ഇലക്ട്രോൺസിനെ അങ്ങനെ ഫില്ല് ചെയ്ത് പോവാം. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 ആൾക്കാർക്ക് എക്സെപ്ഷൻ ഉണ്ട്. ഓക്കെ, നമ്മളിവിടെ എഴുതിയ ക്രോമിയം ഉണ്ടല്ലോ, ക്രോമിയത്തിന്റെ പ്രത്യേകത, ക്രോമിയത്തിന്റെ കോൺഫിഗറേഷൻ ശരിക്കും വരേണ്ടത് 3d4 4s2 എന്നാണ്. പക്ഷെ അതിന്റെ റിയൽ ആയിട്ടുള്ള കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് AR 3d5 4s1 ആണ്. എന്താണ്? 3d5 4s1 ആണ്. ഓക്കെ, ഇതല്ല ഇതിന്റെ കോൺഫിഗറേഷൻ, ഇതാണ് ഇതിന്റെ കോൺഫിഗറേഷൻ. ക്രോമിയത്തിന്റെ കോൺഫിഗറേഷൻ എക്സെപ്ഷൻ ആണ്. അതുപോലെ തന്നെ എക്സെപ്ഷൻ ആണ് കോപ്പറിന്റെ കോൺഫിഗറേഷൻ. സോ ഇതല്ല കോപ്പറിന്റെ കോൺഫിഗറേഷൻ വരേണ്ടത്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ഇതാണ്, പക്ഷെ റിയൽ ആയിട്ട് അതിന്റെ കോൺഫിഗറേഷൻ AR 3d10 4s1 എന്നാണ് വരിക. ഇതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. AR 3d10 4s1 എന്നാണ് അതിന്റെ കോൺഫിഗറേഷൻ വരുന്നത്. ഓക്കെ, സോ ഇനി എന്തുകൊണ്ടാണ് ഇവർ രണ്ടുപേരും എക്സെപ്ഷൻ കാണിക്കുന്നത്? ബാക്കിയുള്ളവരൊന്നും നിങ്ങൾ പേടിക്കണ്ട. 21 തൊട്ട് 30 വരെ നമുക്ക് എഴുതിയാൽ മതി. 2 പേര് എക്സെപ്ഷൻ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ഒന്ന് ക്രോമിയവും ഒന്ന് കോപ്പറും. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണ് വരുന്നത്? 4sനകത്ത് എല്ലായിടത്തും 2 ഈ 2 പേർ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും 2 പിന്നെ പോയിട്ട് D1 D2 D3, ദെൻ D4 ഇല്ല, D5 വന്നു, D6 D7 D8 D9 ഇല്ല, D10 വന്നു, ദെൻ D10. ആ രീതി ചുമ്മാ എഴുതി വന്ന് പഠിച്ചാൽ മതി, വേറെ വലിയ കാര്യമൊന്നുമില്ല. ഇനി എന്തുകൊണ്ടാണ് ക്രോമിയത്തിന് 3d5 4s1 എന്ന് വരുന്നത്? ശരിക്കും എന്താ വരേണ്ടത്? 3d4 4s2 എന്നാണ് വരേണ്ടത്. പക്ഷെ എന്തുകൊണ്ടാണ് 3d5 4s1 വരുന്നത്? നോക്കിയേ, നമ്മുടെ d ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ അതിന് 5 ഓറിയന്റേഷൻ ആണ് പോസിബിൾ എന്ന് പറഞ്ഞു. സോ ഞാൻ 5 ഓറിയന്റേഷൻസ് വരച്ചു, 5 സബ്ഷെല്ല് വരച്ചു, 5 ഇലക്ട്രോൺസിനെ ഡിയിൽ അറേഞ്ച് ചെയ്യുന്നു. 1 2 3 4 5. അതായത് എക്സാക്ട്ലി അവര് എന്താണ്? ഹാഫ് ഫിൽഡ് ആണ്. സോ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ അവർ എന്തായിരിക്കും? മോർ സ്റ്റേബിൾ ആയിരിക്കും. സോ ഒരു ഡി ഓർബിറ്റൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർബിറ്റൽ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ അത് സ്റ്റേബിൾ ആയിരിക്കും. അതുപോലെ ഫുള്ളി ഫിൽഡ് ആണെങ്കിലും അത് സ്റ്റേബിൾ ആയിരിക്കും. അപ്പം ക്രോമിയം ശരിക്കും D4 ആയിട്ട് നിന്നാൽ അത് ഹാഫ് ഫിൽഡ് ആകത്തില്ല. പക്ഷെ എസിലെ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് വാങ്ങിക്കഴിഞ്ഞാൽ ഇയാൾ ഹാഫ് ഫിൽഡ് ആകും. അങ്ങനെ സ്റ്റെബിലിറ്റി കൂടാനായിട്ട് കാരണമാകുന്നത് കൊണ്ട് എന്തോ ചെയ്യും? ഇയാൾ 3d4 4s2 എന്നല്ല നിൽക്കുന്നത്, 3d5 4s1 എന്നാണ് നിൽക്കുന്നത്. കാരണം എന്താ? ഡി എന്താണ്? ഹാഫ് ഫിൽഡ് ആണ്, സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. ഇനി ഇതേ കാര്യം തന്നെയാണ് കോപ്പറിന് സംഭവിക്കുന്നത്. കോപ്പറിന് 3d10 4s2 എന്നാ. കാരണം ഡി ഓർബിറ്റല് എന്താണ്? 1 2 3 4 5 6 7 8 9 10 എന്താ? കംപ്ലീറ്റ്ലി ഫിൽഡ്. സോ കോപ്പറിന്റെ കേസിൽ ഡി ഓർബിറ്റൽ എന്താണ്? കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. സോ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിൽ എന്തായിരിക്കും? മോർ സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ എന്താ? ഞാൻ പറഞ്ഞത് 3D സീരീസ്, 4D സീരീസ്, 5D സീരീസ് എഴുതി പഠിച്ചോളുക. ഇങ്ങനെയും പഠിക്കണം. ഇനി എങ്ങനെ ചോദിച്ചാലും ഇവരെ 3 പേര്, ഈ 3 സീരീസ് നിങ്ങൾ തിരിച്ചും മറിച്ചും എങ്ങനെ ചോദിച്ചാലും പറയണം. നിക്കലിന്റെ അടി വരുന്ന ആരൊക്കെയാ? കോപ്പറിന് അടി വരുന്ന ആരൊക്കെയാ? കറക്റ്റ് ആയിട്ട് പഠിക്കണം. രണ്ടാമത് ഞാൻ പറഞ്ഞ കാര്യം, ഇവരുടെ കോൺഫിഗറേഷൻ പഠിക്കണം. കോൺഫിഗറേഷൻ അത് 2 എക്സെപ്ഷൻ ഉണ്ട്. ഒന്ന് ക്രോമിയവും കോപ്പറും. ഒരാൾക്ക് 3d5 4s1 ആണ്, ഒരാൾക്ക് 3d10 4s1 ആണ്. ഈ കോൺഫിഗറേഷൻ എഴുതി പഠിച്ചോണം. ഏതൊറക്കത്തിൽ ചോദിച്ചാലും അയന്റെ കോൺഫിഗറേഷൻ എന്താ? 3d6 4s2. എമ്മിന്റെ കോൺഫിഗറേഷൻ എന്താ? 3d5 4s2. ഇനി കൊബാൾട്ടിന്റെ കോൺഫിഗറേഷൻ എന്താ? 3d7 4s2. ഇത് ഇങ്ങനെ മനസ്സിൽ വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഞാൻ പറഞ്ഞു, ശരിക്കും നിങ്ങളുടെ ടാസ്ക് ഇത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ചെയ്യുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ സാധനം നമുക്ക് വേണ്ട. ബാക്കി നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് കുറേ തിയറിയാണ് പഠിക്കുന്നത്. ഡബിൾ സോൾട്ട് അങ്ങനെയാണ്, ഡബിൾ സോൾട്ട് ഇങ്ങനെയാണ്, വെള്ളത്തിടുമ്പോൾ അങ്ങനെ പോകും, ഇങ്ങനെ പോകും. പക്ഷെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താ വേണ്ടത്?
ഈ കോൺഫിഗറേഷനാണ് വേണ്ടത്. ഈ കോൺഫിഗറേഷൻ അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ഓൾമോസ്റ്റ് നിങ്ങൾ ആൻസറിലേക്ക് എത്തി എന്നതിൻ്റെ മീനിങ്. ഓക്കെ, സോ ഞാൻ ഈ കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതേണ്ടതെന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ കോൺഫിഗറേഷൻ ഒന്നുകൂടെ എഴുതുമ്പം ഇത് ഓക്കെ ആവും. എന്തുകൊണ്ട്? ഈ എക്സെപ്ഷൻ വരുന്ന 2 എണ്ണം ഉണ്ട്. എക്സെപ്ഷൻ വരുന്ന 2 എണ്ണം ഉള്ളതുകൊണ്ട് അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഒന്ന് എഴുതിയത്. സോ ഒന്നുകൂടെ നമുക്ക് കോൺഫിഗറേഷൻ ആദ്യം തൊട്ട് എഴുതാം. നിങ്ങൾ എൻ്റെ കൂടെ അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾ അങ്ങ് പഠിക്കും. ഓക്കെ, സോ സ്കാൻഡിയം തൊട്ട് സിങ്ക് വരെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എഴുതാനായിട്ട് പോവുക. സോ 21, 22, 23, 24 ഉണ്ടായിരുന്നല്ലോ. 24 ക്രോമിയം, 25 Mn, 26 അയൺ, 27 കൊബാൾട്ട്, 28 നിക്കല്, ദെൻ 29 കോപ്പർ, ദെൻ സിങ്ക്. എന്താ കോഡ് എന്തായിരുന്നു? സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീസ് കൊടുക്കാൻ നിൽക്കുന്ന സീൻ എന്നുള്ളതായിരുന്നു നമ്മുടെ എന്തെന്ന് പറയുന്നത് കോഡ്. ഓക്കെ, ഇനി കോൺഫിഗറേഷൻ എഴുതാൻ പോകുന്നു. കോൺഫിഗറേഷൻ എന്താ? AR 3D1 4s2. ഞാൻ പറഞ്ഞു AR എപ്പോഴും എഴുതേണ്ട കാര്യമില്ല. ഇയാളുടേത് 3D2 4s2. ഇതെന്ന് പറയുന്നത് 3D3 4s2. ഇനി ക്രോമിയം വരുമ്പം എക്സെപ്ഷൻ ആണ് 3D5 4s1. അയാൾക്ക് മാത്രം ഒരു ബോക്സ് വരച്ചു വെക്കുക, അയാൾ എക്സെപ്ഷൻ ആണ്. ഇനി Mn വരുമ്പോൾ വീണ്ടും 3D5 4s2, 3D6 4s2, 3D7 4s2, 3D8 4s2. ദെൻ വീണ്ടും ഇവിടെ വരുമ്പോൾ 3D9 എഴുതരുത്, 3D10 4s1. ഇതും എന്താണ്? എക്സെപ്ഷൻ ആണ്. എക്സെപ്ഷൻ രണ്ടും ബോക്സ് വരച്ചു വെക്കുക. ഇനി സിങ്ക് ആണെങ്കിലോ 3D10 4s2. കിട്ടിയോ? ഇതാണ് കോൺഫിഗറേഷൻ. ഞാൻ പറഞ്ഞു ഇത് എഴുതി പഠിച്ചോ. നമുക്ക് സ്കോർ ചെയ്യാനുള്ളതാണ്. മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത് കെമിസ്ട്രിക്കാരാണെങ്കിലും ഏത് സബ്ജക്റ്റുകാരാണെങ്കിലും നിങ്ങൾ ഇത് പഠിച്ചോ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കോർഡിനേഷനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. കാരണം അത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ 2 എക്സെപ്ഷൻ കോൺഫിഗറേഷൻ ഉണ്ട്. ഒന്ന് കോപ്പർ, ഒന്ന് ക്രോമിയം. ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ്. ഇത് ഹാഫ് ഫിൽഡ് മോർ സ്റ്റേബിൾ ആണ്, അത് ഫുള്ളി ഫിൽഡ് മോർ സ്റ്റേബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഓർബിറ്റലിന്റെ കഥയൊക്കെ എവിടെ പഠിക്കും നിങ്ങൾ? ഈ മൊഡ്യൂളിൽ തന്നെ മോളിൽ പഠിച്ചിട്ടാണ് നിങ്ങൾ വരുന്നത്. അറ്റോമിക് ഓർബിറ്റൽ, അറ്റോമിക് നമ്പർ, മോളിക്കുലർ നമ്പർ, കുറേ തിയറിയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്. സോ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മൾ വീണ്ടും നമ്മുടെ ചാപ്റ്ററിലേക്ക് തിരിച്ചു വരുവാണ്. അപ്പം നമ്മൾ പറഞ്ഞു ട്രാൻസിഷൻ എലമെന്റ്സ് ആണ് കോർഡിനേഷൻ കോംപ്ലക്സുകൾ ഫോം ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പം ഔട്ട് ഓഫ് സിലബസ് ആ പോയത്, വീണ്ടും നമ്മൾ സിലബസിലേക്ക് തിരിച്ചു വന്നു. ട്രാൻസിഷൻ എലമെന്റ്സ് ആണ് എന്ത് ഫോം ചെയ്യുന്നത്? കോർഡിനേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. ഇനി എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെന്റ്സ് കോർഡിനേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്? കാരണം അവർക്ക് വേക്കന്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽ ഉണ്ട് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. കാരണം അവർക്ക് ഹൈ ചാർജ് ഡെൻസിറ്റി ആണ് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനായിട്ട്. അവർക്ക് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനായിട്ട് സാധിക്കും. അവർക്ക് സ്മോൾ സൈസും അതുപോലെ ജോമെട്രിയും ആയിരിക്കും, ഡിഫറെന്റ് ജോമെട്രി അവർക്ക് കാണാനായിട്ട് സാധിക്കും. Then extra stability from CFSC. CFSC ഒന്നും കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ക്രിസ്റ്റൽ ഫീൽഡ് തിയറിക്കകത്ത് വരുന്ന ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി, അതിനെയാണ് CFSC എന്ന് വിളിക്കുന്നത്. എന്താ സോറി സോ CFSC എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? CFSC എന്ന് വിളിക്കുന്നത്. ഒന്നും കേട്ട് പേടിക്കണ്ട. സോ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത് ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. എന്താ റീസൺ? ഈ പറഞ്ഞതൊക്കെ അതിന്റെ റീസൺ. അതിന്റെ ഡി ഓർബിറ്റലുണ്ട് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. സോ ഞാൻ പറഞ്ഞു വേരിയബിൾ ഓക്സിഡേഷൻ. അപ്പം നമ്മൾ പറഞ്ഞു സോഡിയം +1 സോഡിയം എപ്പോഴും +1. പക്ഷെ അങ്ങനല്ല. അയണിന് +2 കാണിക്കാം, +3 കാണിക്കാം. കോപ്പറിന് +1 കാണിക്കാം, +2 കാണിക്കാം. അങ്ങനെ Mn ആണെങ്കിൽ +2 തൊട്ട് +1 വരെ കാണിക്കാം. +2, +3, +4, +5, +6, +7 വരെ കാണിക്കാം. സോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് കോർഡിനേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ സിംപ്ലി ഇങ്ങനെ പറയുന്നത് 3D സീരീസും 4D സീരീസും 5D സീരീസും എടുക്കുന്ന സമയത്ത് ഇവർക്ക് സ്ക്രീനിങ് എഫക്റ്റ് ഇല്ല. ഇവർക്ക് സ്ക്രീനിങ് എഫക്റ്റ് കുറവാണ്. സോ സ്ക്രീനിങ് എഫക്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്കൊരു മെറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മെറ്റലിലേക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ലിഗാൻസിന് വന്നിട്ട് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ലിഗാൻസ് ഇങ്ങനെ വരുന്ന സമയത്ത് സിമ്പിളായിട്ട് ലിഗാൻസിന് ഇവരിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ലിഗാൻസ് ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇവർ എന്ത് ഫോം ചെയ്യുന്നത്?
കോംപ്ലക്സുകൾ ഫോം ചെയ്യുന്നത്. സോ കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള ഓക്കെ. സോ എന്തുകൊണ്ടാണ് ട്രാൻസ് എലമെന്റ്സ് കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള അതിന്റെ റീസൺ നമ്മൾ നോക്കി. ഓക്കെ, ഇനി നമ്മൾ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞു ചില ടെർമിനോളജീസ് പഠിക്കാനുണ്ട്. സോ സം ഇമ്പോർട്ടൻറ്റ് ടേംസ് യൂസ്ഡ് ഇൻ കോർഡിനേഷൻ കെമിസ്ട്രി. ഞാൻ പറഞ്ഞു ഇതുകൂടെ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള സാധനത്തിലേക്ക് പോകുന്നുള്ളൂ. കാരണം ഞാൻ പറഞ്ഞു കെമിസ്ട്രിക്കാർ മാത്രമല്ല ബാക്കിയുള്ള സബ്ജക്റ്റുകാർ ഇതിനകത്തുണ്ട്. സോ അതുകൊണ്ട് അവർക്കൊന്നും മനസ്സിലാകാൻ വേണ്ടി ചില ടേമുകളുണ്ട്. ഞങ്ങൾ കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ചില ടേമുകളുണ്ട്. ആ ടേമുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്നുമില്ല, ഒരു 5-6 ടേമുണ്ട്. അതൊക്കെ എന്താ, അതിന്റെ മീനിങ് എന്താ, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ ഇനി കുറച്ച് കഴിയുമ്പോൾ യൂണിഡെൻഡേറ്റ്, ലിഗാൻഡ് എന്നൊക്കെ പറയുമ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾ ചിന്തിക്കും. സോ അതുകൊണ്ട് അത് പറഞ്ഞ് ക്ലിയർ ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ചാപ്റ്ററിലേക്ക് സിലബസിലേക്ക് കയറാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി ഞാൻ പറഞ്ഞു ഇതിനകത്ത് ചില ടേംസ് ഉണ്ട്. സോ ആ ടേംസ് ആണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോവുക. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, സോ സം ഇമ്പോർട്ടൻറ്റ് ടേംസ് യൂസ്ഡ് ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഫസ്റ്റ് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്താണെന്നുള്ളതാണ്. സോ ഓൾറെഡി നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്താണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഒരു മെറ്റൽ ഉണ്ടാവും, മെറ്റലിന് ചുറ്റിനും കുറച്ച് അയോൺസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഉണ്ടാവും, അതിന് പുറത്ത് കുറച്ച് ആൾക്കാരുണ്ടാവും. ആ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു, സൊല്യൂഷനിലേക്ക് പോകുന്നു, അവർ അയണൈസബിൾ ആയിരിക്കും. ഓക്കെ, സോ അത് തന്നെയാണ് പറയാനായിട്ടുള്ളത്. ഞാൻ വീണ്ടും അത് പറയുന്നില്ല. ഇനി നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് കോർഡിനേഷൻ എൻറ്റിറ്റി ഓർ കോർഡിനേഷൻ എൻറ്റിറ്റി ആൻഡ് കോർഡിനേഷൻ സ്പിയർ. ഓക്കെ, സോ കോർഡിനേഷൻ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ മെറ്റലിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അയോൺസ്, ഇത്രയും പേരെ ചേർത്തിട്ടാണ് നമ്മൾ കോർഡിനേഷൻ എൻറ്റിറ്റി എന്ന് പറയുന്നത്. കോർഡിനേഷൻ സ്പിയർ എന്ന് പറഞ്ഞാൽ മെറ്റല്, അതിന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന അയോൺസ്, അവരെ നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇടുമല്ലോ, ആ സ്ക്വയർ ബ്രാക്കറ്റൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കോർഡിനേഷൻ സ്പിയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം കോർഡിനേഷൻ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, മെറ്റലുണ്ട്, മെറ്റലിന് ചുറ്റിനും കുറച്ച് അയോൺസ് ഉണ്ട് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഉണ്ട്, അവരെ രണ്ടുപേരും കൂടെ ചേർത്തിട്ട് കോർഡിനേഷൻ എൻറ്റിറ്റി എന്ന് വിളിക്കുന്നു. ഇനി ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, കോർഡിനേഷൻ സ്പിയർ എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ ദ കോർഡിനേഷൻ എൻറ്റിറ്റി constitutes a central metal atom or ion bonded to a fixed number of oppositively charged ions or neutral molecules. Okay, so നമുക്ക് coordination sphere എന്താണെന്ന് ഇവിടെ പറയാം. So the central metal atom or ion and the molecules are bonded to the ion in an enclosed square bracket. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, coordination sphere എന്ന് കളക്റ്റീവ് ആയിട്ട് വിളിക്കുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് ഓർത്തിരിക്കണം, കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് നോൺ അയണൈസബിൾ ആയിരിക്കും. അതിനെ നമ്മൾ എപ്പോഴും ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്തായിരിക്കും എഴുതുന്നത്, മറന്നു പോകരുത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇനി ഈ സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്തെഴുതുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കൗണ്ടർ അയോൺസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദ അയണൈസബിൾ ഗ്രൂപ്പ്സ് ഓർ അയോൺസ് ദാറ്റ് റിട്ടേൺ ഔട്ട്സൈഡ് ദ ബ്രാക്കറ്റ്സ് ആർ കോൾഡ് കൗണ്ടർ അയോൺസ്. ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. നോക്കിയേ, കൊബാൾട്ട് NH3 4 times Cl2 Cl. അപ്പോൾ നോക്കിയാൽ ഈ കോംപ്ലക്സ് ഞാൻ നോക്കുന്നു. ഇതിനകത്തെ കോർഡിനേഷൻ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റൽ ആരാണ്, കൊബാൾട്ട് ആണ്. നമ്മുടെ മെറ്റലിന് ചുറ്റിനും നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്, NH3 ഉണ്ട് 4 പേര്, Cl ഉണ്ട് 2 പേര്. അപ്പോൾ ഈ മെറ്റലും ചുറ്റിനും നിൽക്കുന്ന ആൾക്കാരോട് ചേർത്തിട്ട് നമ്മൾ കോർഡിനേഷൻ എൻറ്റിറ്റി എന്ന് വിളിക്കുന്നു. ഇനി ഇതിനെ നമുക്കൊരു സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് പറയുന്നതെങ്കിൽ അയാളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കോർഡിനേഷൻ സ്പിയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ കോർഡിനേഷൻ എൻറ്റിറ്റി എന്താണ്, കോർഡിനേഷൻ സ്പിയർ എന്താണെന്ന് മനസ്സിലായി. ഇനി ഈ സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്തുള്ള ആളെ നമ്മൾ എന്തെന്നാ വിളിച്ചത്, കൗണ്ടർ അയോൺസ് എന്നാണ് വിളിച്ചത്. അതിന്റെ അർത്ഥം അവരെന്ത് ചെയ്യുന്നുണ്ട്, അവര് അയണൈസബിൾ ആണ്, അവർ അയണൈസബിൾ ഗ്രൂപ്പാണ്. അവര് വാട്ടർ ഇട്ട് കഴിഞ്ഞാൽ അയണൈസ് ചെയ്ത് പോകും. പക്ഷെ ഇവര് അയണൈസബിൾ അല്ല, അവരൊറ്റ യൂണിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്, നോൺ അയണൈസബിൾ ആണ്. അപ്പൊ നമ്മൾ എത്ര ടൈം പഠിച്ചു, കോർഡിനേഷൻ കോമ്പൗണ്ട് എന്താണെന്ന് പഠിച്ചു, കോർഡിനേഷൻ എൻറ്റിറ്റി എന്താണെന്ന് പഠിച്ചു, കോർഡിനേഷൻ സ്പിയർ എന്താണെന്ന് പഠിച്ചു, കൗണ്ടർ അയോൺ എന്താണെന്ന് പഠിച്ചു. അപ്പൊ 4 ടേമാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി ഈ കോംപ്ലക്സ് ഉണ്ടല്ലോ, സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എഴുതുന്ന കോംപ്ലക്സ് ഉണ്ടല്ലോ, ഇതിന് ചാർജ് ഉണ്ടാവും. പോസിറ്റീവ് ചാർജ് ഉണ്ടാകാം, നെഗറ്റീവ് ചാർജ് ഉണ്ടാകാം, ന്യൂട്രൽ ആയിരിക്കാം. അപ്പം ചാർജ് അനുസരിച്ച് നമുക്ക് കോംപ്ലക്സിനെ 3 ആയിട്ട് പറയാം. സോ ദ കോർഡിനേഷൻ എൻറ്റിറ്റി ഓർ കോംപ്ലക്സ് ക്യാൻ ബി പോസിറ്റീവ്ലി ചാർജ്ഡ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ഓർ ന്യൂട്രൽ സ്പീഷീസ്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിനെ നമ്മൾ കാറ്റോണിക് കോംപ്ലക്സ് എന്ന് വിളിക്കും. സോ ദ കോംപ്ലക്സ് അയോൺ ഇൻ വിച്ച് ദ കോർഡിനേഷൻ എൻറ്റിറ്റി വിച്ച് ഹാസ് പോസിറ്റീവ് ചാർജ് ഇസ് കോൾഡ് കോർഡിനേഷൻ കാറ്റോണിക് കോംപ്ലക്സ്. ഓക്കെ, നോക്കിയാൽ ഈ ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് നോക്കുക, കൊബാൾട്ട് NH3 6 times 3 പോസിറ്റീവ്. സോ ഇതെന്താണ്, ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് ആണ്. ഇവിടുത്തെ മെറ്റൽ എന്ന് പറയുന്നത് കൊബാൾട്ട് ആണ്. മെറ്റലിന് അടുത്ത് നിൽക്കുന്ന ചുറ്റും നിൽക്കുന്ന ആൾക്കാർ അമോണിയ ആണ്. എത്ര അമോണിയ ഉണ്ട്, 6 അമോണിയ ഉണ്ട്. ഈ ഒരു കോംപ്ലക്സിന്റെ ചാർജ് എന്താ,
3 പോസിറ്റീവ് ആണ്. ഞാൻ പറഞ്ഞു നമ്മുടെ കോംപ്ലക്സിന്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആകുന്ന സമയത്താണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്? കാറ്റോണിക് കോംപ്ലക്സ് എന്ന് വിളിക്കും. ഇനി നെഗറ്റീവ് ആണെങ്കിലോ ആനിയോണിക് കോംപ്ലക്സ് എന്ന് വിളിക്കും. ഇനി ചാർജ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിലോ ന്യൂട്രൽ കോംപ്ലക്സ് എന്ന് വിളിക്കും. കിട്ടിയോ? സോ ഈ നമ്മുടെ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ആ ഒരു കോർഡിനേഷൻ സ്ഫിയർ അല്ലെ കോർഡിനേഷൻ എൻറ്റിറ്റിക്ക് പോസിറ്റീവ് ചാർജ് വരാം, നെഗറ്റീവ് ചാർജ് വരാം, ന്യൂട്രൽ ആയിട്ട് വരാം. കിട്ടിയെന്ന് വിചാരിക്കും. അപ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്താണ്? എൻറ്റിറ്റി എന്താണ്? സ്ഫിയർ എന്താണ്? കൗണ്ടർ അയോൺ എന്താണ്? കാറ്റോണിക് ആകാം, ആനിയോണിക് ആകാം, ന്യൂട്രൽ ആകാം. എക്സാമ്പിളും നമ്മൾ നോക്കി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചാർജ് ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അവർ ന്യൂട്രൽ ആയിരിക്കും. ഇനി നെഗറ്റീവ് ചാർജോ പോസിറ്റീവ് ചാർജോ ഉണ്ടെന്നുണ്ടെങ്കിൽ കാറ്റോണിക്കും ആനിയോണിക്കും ആകും റെസ്പെക്റ്റീവ്ലി. നെക്സ്റ്റ് സെൻട്രൽ ആറ്റം അല്ലെങ്കിൽ അയോൺ ആൻഡ് ലിഗാൻസ്. അതാ പുതിയൊരു പേര് വന്നു, ലിഗാൻസ്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിനകത്ത് നമുക്കൊരു സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഒരു മെറ്റൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ മെറ്റലിനെ ചുറ്റിപ്പറ്റിയിട്ട് ചില അയോൺസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ അയോൺസിനെയും മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലിഗാൻസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതിന് പുറത്ത് കുറച്ച് ആൾക്കാരുണ്ട്, അവരെ നമ്മൾ കൗണ്ടർ അയോൺസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്തുള്ള ആൾക്കാരൊന്നും അയണൈസബിൾ ആയിരിക്കത്തില്ല. അവർ ഒരു യൂണിറ്റ് പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. പുറത്തുള്ള കൗണ്ടർ അയോൺസോ അവർ അയണൈസബിൾ ആയിരിക്കും. അത്രയും പിടി കിട്ടിയല്ലോ. ഇനി ഈ മെറ്റൽ, സെൻട്രൽ മെറ്റൽ ആറ്റം എന്താണ്, ലിഗാൻഡ് എന്താണ് എന്നുള്ളതാ പറയാൻ പോവാ. അപ്പോൾ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് എന്താ? സെൻട്രൽ ആറ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ആറ്റം ഓർ അയോൺ ടു വിച്ച് എ ഫിക്സ്ഡ് നമ്പർ ഓഫ് ന്യൂട്രൽ മോളിക്യൂൾസ് or are attached in the coordination entity is called the central atom or ion. അപ്പോൾ നമ്മുടെ മെറ്റല് സെൻട്രൽ മെറ്റൽ ആറ്റം. സോ ചില ലിഗാൻസ് അതിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഞാൻ ലിഗാൻസ് എന്ന് ഇനി ഞാൻ പറയത്തുള്ളൂ. ലിഗാൻസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു, അതിനെയാണ് നമ്മൾ സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് വിളിക്കുന്നത്. ഇനി ലിഗാൻഡ് എന്ന് പറഞ്ഞാലോ ദ ന്യൂട്രൽ മോളിക്യൂൾസ് ഓർ അയോൺസ് ബോണ്ടഡ് ടു ദ സെൻട്രൽ ആറ്റം ഓർ അയോൺ ഇൻ ദ കോർഡിനേഷൻ എൻറ്റിറ്റി. അപ്പൊ കോർഡിനേഷൻ എൻറ്റിറ്റി ആണിത്. കോർഡിനേഷൻ എൻറ്റിറ്റിക്കകത്ത് ആരൊക്കെ ഉണ്ട്? മെറ്റലും ഉണ്ട്, ലിഗാൻഡും ഉണ്ട്. എന്താ മെറ്റൽ എന്ന് പറഞ്ഞാൽ ആ മെറ്റലിലേക്ക് കുറെ ലിഗാൻസ് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നു. ലിഗാൻസ് എന്ന് പറഞ്ഞാൽ ആ അയോണോ മോളിക്യൂളോ വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു ദ മെറ്റൽ. ഓക്കെ, ഇനി ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് കാണുന്ന സമയത്ത് നോക്കിയേ, ഈ ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് കാണുന്നു. ഇതിനകത്ത് ആരാണ് മെറ്റൽ, ആരാണ് ലിഗാൻഡ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ പോവുക. സോ ഇവിടുത്തെ മെറ്റൽ ആരാ? നിക്കലാണ്. ഇവിടുത്തെ ലിഗാൻഡ് ആരാ? NH3 ആണ്. പിടി കിട്ടിയോ? നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പാ, മെറ്റലിനെ കണ്ടുപിടിച്ചു, ലിഗാൻഡിനെ കണ്ടുപിടിച്ചു. സോ സെൻട്രൽ അയോൺ എന്ന് പറയുന്നത് നിക്കലാണ്, ലിഗാൻഡ് എന്ന് പറയുന്നത് NH3 ആണ്. ഇനി രണ്ടാമത്തെ ആളെ നോക്കിയേ, കൊബാൾട്ട് Cl NH3 5 times 2 പോസിറ്റീവ്. അപ്പൊ ഈ കോംപ്ലക്സിന്റെ ചാർജ് കൂടെ നോക്കണേ, പോസിറ്റീവ് ചാർജാ. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ കാറ്റോണിക് കോംപ്ലക്സ് ആയിരിക്കും. ഓക്കെ, സോ രണ്ടാമത്തെ കോംപ്ലക്സിനും പോസിറ്റീവ് ചാർജ് ആണ്, അതും എന്താണ്? ഒരു കാറ്റോണിക് കോംപ്ലക്സ് ആണ്. ഇനി നോക്കിയേ, ഇവിടുത്തെ മെറ്റൽ ആരാ? കൊബാൾട്ട് ആണ് ഇവിടുത്തെ മെറ്റൽ അല്ലെങ്കിൽ സെൻട്രൽ അയോൺ എന്ന് പറയുന്നത്. ഇനി ലിഗാൻഡ് ആരൊക്കെയാ? ലിഗാൻഡ് എന്ന് പറയുന്നത് Cl ഉണ്ട്, NH3 ഉണ്ട്. അപ്പൊ ലിഗാൻഡ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരാളാകാം, ഒന്നിൽ കൂടുതൽ ആൾക്കാർ വേണമെങ്കിലും ആകാം. സെയിം ആയിട്ടുള്ള ആൾ വേണം നിർബന്ധമൊന്നുമില്ല. ഒരാളാകാം, ഒന്നിൽ കൂടുതൽ ആൾക്കാർ വേണമെങ്കിലും ആകാം. ഓക്കെ, സോ ഇവിടെ ലിഗാൻഡ് എന്ന് പറയുന്നത് NH3യും ലിഗാൻഡ് ആണ്, Cl മൈനസും എന്താണ്? ലിഗാൻഡ് ആണ്. പിടി കിട്ടിയോ? ഇനി അടുത്ത ആള് FeCN6 3 മൈനസ്. കോർഡിനേഷൻ എൻറ്റിറ്റിക്ക് എന്താ? നെഗറ്റീവ് ചാർജാ. അത് എന്തിന് എക്സാമ്പിളാ? ആനിയോണിക് കോംപ്ലക്സിന് എക്സാമ്പിളാ. ഇവിടുത്തെ മെറ്റൽ ആരാ? സെൻട്രൽ അയോൺ ആരാ? അയൺ ആണ്. ലിഗാൻഡ് ആരാണ്? സയനൈഡ്, Cn മൈനസ് ആണ്. സോ Fe3+ സെൻട്രൽ അയോൺ ആണ്, ലിഗാൻഡ് എന്ന് പറയുന്നത് Cn മൈനസ് ആണ്. ഇനി ലാസ്റ്റ് എക്സാമ്പിൾ നോക്കിയേ, നിക്കൽ Cl2 H2O 4 times. മെറ്റൽ ആരാ? സോ ഇവിടെ നമുക്ക് ചാർജ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. സ്പിയറിന് എന്തില്ല, എൻറ്റിറ്റിക്ക് എന്തില്ല, ചാർജ് ഒന്നും ഇല്ല. അപ്പൊ ഇതെന്താ? ഒരു ന്യൂട്രൽ കോംപ്ലക്സ് ആണ്. മെറ്റൽ ആരാണ്? നിക്കൽ. ലിഗാൻഡോ? Cl2 എന്ന് പറഞ്ഞൊരു ലിഗാൻഡ് ഉണ്ട്, H2O എന്ന് പറഞ്ഞൊരു ലിഗാൻഡ് ഉണ്ട്. Cl2 രണ്ടെണ്ണം ഉണ്ട്, H2O എത്രണ്ണം ഉണ്ട്? 4 ഉണ്ട്. അപ്പൊ 2 ലിഗാൻഡ് ഉണ്ട്. ആരൊക്കെയാ? Cl മൈനസ് ഇവിടുത്തെ ലിഗാൻഡ് ആണ്, വാട്ടർ ഇവിടുത്തെ ലിഗാൻഡ് ആണ്. സെൻട്രൽ അയോൺ ആരാണ്? Ni, നിക്കലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? കോർഡിനേഷൻ കോമ്പൗണ്ട് എന്താന്ന് പഠിച്ചു, എൻറ്റിറ്റി എന്താന്ന് പഠിച്ചു, സ്പിയർ എന്താന്ന് പഠിച്ചു, കൗണ്ടർ അയോൺ എന്താന്ന് പഠിച്ചു, ദെൻ സെൻട്രൽ ആറ്റം ഓർ അയോൺ എന്താന്ന് പഠിച്ചു. ഒരു കോംപ്ലക്സ് വന്നു കഴിഞ്ഞാൽ സെൻട്രൽ ആറ്റവും ലിഗാൻഡും കണ്ടുപിടിക്കാനും നമ്മൾ പഠിച്ചു. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവാണേ. നെക്സ്റ്റ്, ഇനി നമ്മളൊരു കൺസെപ്റ്റ് പറയാനായിട്ട് പോവാം. ഓക്കെ, ഈ എന്താ കോർഡിനേഷൻ കോംപ്ലക്സിന്റെ ഓവറോൾ ഒരു ഐഡിയ കിട്ടി. ഇനി ഞാൻ പറഞ്ഞു നമുക്ക് ഒരു മെറ്റൽ ഉണ്ടെന്ന് പറഞ്ഞു.
ഈ മെറ്റൽ എന്ന് പറയുന്നത് സെൻട്രൽ അയോണായിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ മെറ്റൽ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു ലൂയിസ് ആസിഡ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളെന്നാണ് അതിന്റെ മീനിങ്. എന്താണ്? ഇലക്ട്രോൺ അക്സെപ്റ്ററിനെയാണ് നമ്മൾ ലൂയിസ് ആസിഡ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്കൊരു ലിഗാൻഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ലിഗാൻഡ് എന്ന് പറയുന്നത് എന്താണ്? അയോൺസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ദാറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ മെറ്റൽ ആണ്. ഇവരുടെ ബിഹേവിയർ എന്ന് പറയുന്നത് ലൂയിസ് ബേസ് എന്നാണ് നമ്മൾ അവരെ വിളിക്കാം. അതായത് ഇലക്ട്രോൺ ഡോണർ ആയിരിക്കും ഇവർ, അല്ലേ? അപ്പൊ നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യണമെങ്കിൽ എന്തായാലും മെറ്റൽ ലിഗാൻഡ് തമ്മിൽ എന്ത് ചെയ്യണം? ബോണ്ട് ഫോം ചെയ്യണം. ഓക്കെ, അപ്പൊ ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ അവർ ലൂയിസ് ബേസ് പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. മെറ്റൽ എന്ന് പറഞ്ഞാൽ ലൂയിസ് ആസിഡ് പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. അതായത് മെറ്റൽ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു, ലിഗാൻഡ് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണിനെ കൊടുക്കുന്നു. സോ ഇലക്ട്രോൺ ഡോണർ ലിഗാൻഡ് ആണ്, ഇലക്ട്രോൺ അക്സെപ്റ്റർ ആരാണ്? മെറ്റലാണ്. അപ്പം മെറ്റല് ലിഗാൻഡിൽ നിന്നും ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. ആ സ്വീകരിക്കുന്ന ഈ ബോണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോർഡിനേറ്റ് ബോണ്ട് എന്ന് വിളിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കോവലന്റ് ബോണ്ട് തന്നെയാണ്. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോർഡിനേറ്റ് ബോണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പം മെറ്റൽ ഈസ് അറ്റാച്ച്ഡ് ടു ലിഗാൻഡ് ഈസ് അറ്റാച്ച്ഡ് ടു ദ മെറ്റൽ ത്രൂ എ കോർഡിനേറ്റ് ബോണ്ട് ആൻഡ് സച്ച് കോമ്പൗണ്ട്സ് ആർ കോൾഡ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അപ്പൊ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏത് ബോണ്ടാ ഉള്ളത്? കോർഡിനേറ്റ് ബോണ്ടാ ഉള്ളത്. എന്താ കോർഡിനേറ്റ് ബോണ്ടിന്റെ പ്രത്യേകത? ഒരാള് അക്സെപ്റ്റർ ആണ്, ഒരാള് ഡോണർ ആണ്. ആരാ ഇവിടുത്തെ ഡോണർ? ലിഗാൻഡിനാണ് ലോൺ പെയർ ഉള്ളത്, ഇലക്ട്രോൺ ഉള്ളത്. ഇലക്ട്രോൺ റിച്ച് ആണ് ലിഗാൻഡ്. ലിഗാൻഡ് ഇലക്ട്രോണിനെ ആർക്ക് കൊടുക്കുന്നു? മെറ്റലിന് കൊടുക്കുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ബോണ്ടിന്റെ പേരെന്താണ്? കോർഡിനേറ്റ് ബോണ്ട്. അങ്ങനത്തെ കോംപ്ലക്സുകളുടെ പേരെന്താണ്? കോർഡിനേഷൻ കോംപ്ലക്സ് അല്ലെങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഓക്കെ, സോ പിടികിട്ടിന്ന് വിചാരിക്കുന്നു. സോ മെറ്റൽ എപ്പോഴും ലൂയിസ് ആസിഡ് പോലെ ബിഹേവ് ചെയ്യും, ലിഗാൻഡ് ലൂയിസ് ബേസ് പോലെ ബിഹേവ് ചെയ്യും. ലിഗാൻഡ് അതിന്റെ ഇലക്ട്രോണിനെ മെറ്റലിന് കൊടുക്കുന്നു. ഏത് ബോണ്ട് മൂലം? കോർഡിനേറ്റ് ബോണ്ട് മൂലമാണ്. കോർഡിനേറ്റ് ബോണ്ടാണ് അവിടെ ഫോം ചെയ്യുന്നത്. നമ്മൾ കോർഡിനേറ്റ് ബോണ്ടിനെ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ആ ഒരു പോയിന്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ these central metal atom or ions are referred to as Lewis acids. ഇവരെ ലൂയിസ് ആസിഡ്സ് എന്ന് വിളിക്കാനുള്ള കാരണം അവർക്ക് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. So the ligands are attached to the central metal atom or ion through coordinate bond. അപ്പൊ എന്താ കോർഡിനേറ്റ് ബോണ്ട്? ഇലക്ട്രോണിനെ കൊടുക്കുന്നു, മെറ്റൽ മേടിക്കുന്നു. ലിഗാൻഡ് കൊടുക്കുന്നു, മെറ്റൽ മേടിക്കുന്നു. So it is essential that the central metal ion should have vacant orbitals. The ligands should have lone pair of electrons in their outermost orbital which can be donated to the central ion. അല്ലേ? എന്താ പറഞ്ഞത്? നമ്മളിപ്പോ എന്താ പറഞ്ഞേ? മെറ്റല് ലൂയിസ് ആസിഡ് ആണ്, ലിഗാൻഡ് ലൂയിസ് ബേസ് ആണ്. മെറ്റല് ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു, ലിഗാൻഡ് ഇലക്ട്രോണിനെ കൊടുക്കുന്നു. ഈ ഇലക്ട്രോൺ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ലിഗാൻഡിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു ലോൺ പെയർ, അറ്റ്ലീസ്റ്റ് വൺ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് എങ്കിലും ഉണ്ടാകണം. അതുപോലെ തന്നെ മെറ്റലിന് ഇലക്ട്രോണിനെ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ വേക്കൻ്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് വേണ്ടേ? ഡി ഓർബിറ്റൽസ് ഇല്ലാതെ ലിഗാൻഡ് തരുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ മെറ്റൽ ലൂയിസ് ആസിഡ് ആണ്, ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യും, വേക്കൻ്റ് ഡി ഓർബിറ്റലും കൂടെ വേണം. ലിഗാൻഡ് ബേസ് ആണ്, ലൂയിസ് ബേസ് ആണ്, ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും. പക്ഷെ എന്ത് വേണം? അറ്റ്ലീസ്റ്റ് ഒരു ലോൺ പെയർ എങ്കിലും വേണം, എങ്കിലല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ അതും ക്ലിയർ ആയി. ഓക്കെ, so the atom in the ligand which can donate the electron pair is called donor atom and or coordinating atom. For example, in ammonia NH3. Okay, so the coordinating atom ഞാൻ പറഞ്ഞു ലിഗാൻഡ് ആണ് ആര് ഇലക്ട്രോണിനെ കൊടുക്കുന്നത്? ലിഗാൻഡ് ആണ് ഇലക്ട്രോണിനെ കൊടുക്കുന്നത്. ആർക്ക് കൊടുക്കുന്നത്? മെറ്റലിന് കൊടുക്കുന്നത്. സോ ഫോർ എക്സാമ്പിൾ നമ്മളുടെ NH3 എന്ന് പറയുന്നത് ഒരു ലിഗാൻഡ് ആണ്. ഈ NH3ക്ക് ഒരു ലോൺ പെയർ ഉണ്ട്. സോ ഈ ലോൺ പെയർ കൊടുക്കുന്നത് ഏത് ആറ്റോ കൊടുക്കുന്നത്? നൈട്രജനാണ് ലോൺ പെയർ ഉള്ളത്. അപ്പൊ നൈട്രജൻ അല്ലേ ഇലക്ട്രോണിനെ കൊടുക്കുന്നത്? ആ കൊടുക്കുന്ന ലോൺ പെയറിനെ കൊടുക്കുന്ന ആ ആറ്റത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡോണർ ആറ്റം എന്ന് വിളിക്കുന്നത്. ആ ആറ്റത്തെയാണ് നമ്മൾ ഡോണർ ആറ്റം അല്ലെങ്കിൽ കോർഡിനേറ്റിംഗ് ആറ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓരോ സിസ്റ്റത്തിനകത്ത് ഡോണർ ആറ്റം വ്യത്യാസമായിരിക്കും. ഇപ്പൊ അമോണിയ ആണെന്നുണ്ടെങ്കിൽ
നൈട്രജൻ ആണ് ഡോണർ ആറ്റം. ഇനി വാട്ടർ ആണെന്നുണ്ടെങ്കിലോ, വാട്ടറിൽ ഓക്സിജനകത്ത് 2 ലോൺ പെയർ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഡോണർ ആറ്റം ആരാ? ഓക്സിജൻ ആണ് ഇവിടുത്തെ ഡോണർ ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ലിഗാൻഡിലും ഡോണർ ആറ്റംസ് ഉണ്ട്, ഡിഫറെൻ്റ് ആണ്. ആ ഡോണർ ആറ്റത്തെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവണം. നമ്മൾ അടുത്തത് ടൈപ്സ് ഓഫ് ലിഗാൻഡാ പഠിക്കുക. ഓക്കെ, സോ അപ്പോൾ ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? സോ ദ ലിഗാൻഡ് ആറ്റം ഓർ മോളിക്യൂൾ which is capable of donating a pair of electrons to the central metal atom or ion and forms a coordinate bond within it. Okay, നമ്മൾ എന്താ ഇതുവരെ പറഞ്ഞേ? മെറ്റല് ലൂയിസ് ആസിഡ് ആണ്, ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യും, വേക്കൻറ്റ് ഡി ഓർബിറ്റൽ ഉണ്ടായിരിക്കണം. ലിഗാൻഡ് ലൂയിസ് ബേസ് ആണ്, അറ്റ്ലീസ്റ്റ് ഒരു ലോൺ പെയറെങ്കിലും ഉണ്ടായിരിക്കണം. ഇലക്ട്രോൺ കൊടുക്കുന്ന ആളെ ഡോണർ ആറ്റം എന്ന് വിളിക്കുന്നു. ഇവർ തമ്മിൽ ഫോം ചെയ്യുന്ന ബോണ്ടിനെ കോർഡിനേറ്റ് ബോണ്ട് എന്ന് വിളിക്കുന്നു. അത്രേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, സോ ഒരു പോയിന്റ് വിട്ടുപോയി. The number of coordinating or ligating groups present in the ligand is called density. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എത്ര ഡോണർ ആറ്റംസ് ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു ഡെൻസിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ യൂണി ഡെൻഡേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, യൂണി ഡെൻഡേറ്റ് ആണ് ഒരു ലിഗാൻഡ് എന്ന് പറയുന്നത്. യൂണി ഡെൻഡേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, യൂണി എന്ന് പറഞ്ഞാൽ ഒന്നെന്നാ. സോ ഇയാൾക്ക് ഒരു ഡോണർ ആറ്റമേ ഉള്ളൂ എന്നാണ് അതിന്റെ മീനിങ്. ഇനി ഒരു ബൈ ഡെൻഡേറ്റ് ആണെന്ന് പറഞ്ഞാൽ, ബൈ എന്ന് പറഞ്ഞാൽ 2, ഇയാൾക്ക് 2 ഡോണർ ആറ്റം ഉണ്ട് എന്നാണ് അതിന്റെ മീനിങ്. ഇനി ഒരു ട്രൈ ഡെൻഡേറ്റ് എന്ന് പറഞ്ഞാലോ, ട്രൈ ഡെൻഡേറ്റ് എന്ന് പറഞ്ഞാൽ, ട്രൈ എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ ഇയാൾക്ക് 3 ഡോണർ ആറ്റം ഉണ്ടെന്നാണ് അതിന്റെ ഇത്രേ ഉള്ളൂ. അപ്പൊ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, എത്ര നമ്പർ ഓഫ് ഡോണർ ആറ്റംസ് ഉണ്ട്, എത്ര ലിഗേറ്റിംഗ് അല്ലെ എത്ര കോർഡിനേറ്റിംഗ് ആറ്റം ഉണ്ടെന്നുള്ളതാണ് അത് മീൻ ചെയ്യുന്നത്. യൂണി ഡെൻഡേറ്റ് ആണെങ്കിൽ ഒരു ഡോണർ ആറ്റം, ബൈ ഡെൻഡേറ്റ് ആണെങ്കിൽ 2 എണ്ണം, ട്രൈ ഡെൻഡേറ്റ് ആണെങ്കിൽ 3 എണ്ണം, ടെട്ര ആണെങ്കിൽ 4 എണ്ണം, പെൻറ്റ ആണെങ്കിൽ 5 എണ്ണം, ഹെക്സ ആണെങ്കിൽ 6 എണ്ണം. ഓക്കെ, സോ നമുക്ക് ലിഗാൻഡ് എന്താണെന്ന് മനസ്സിലായി. സോ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ടൈപ്സ് ഓഫ് ലിഗാൻഡ്സ് ആണ്. ഏതൊക്കെ ടൈപ്സ് ഓഫ് ലിഗാൻഡ്സ് ആണ് നമുക്ക് ഉള്ളതെന്നാണ് നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ലിഗാൻഡ്സ് മേ കണ്ടെയ്ൻ 1 or more than 1 ഡോണർ ആറ്റം ഫോർ കോർഡിനേഷൻ. സോ ഡോണർ ആറ്റത്തിനെ അനുസരിച്ച് ലിഗാൻഡ്സിനെ നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് യൂണിഡെൻഡേറ്റ് അല്ലെങ്കിൽ മോണോഡെൻഡേറ്റ്. സോ യൂണി എന്ന് പറഞ്ഞാൽ 1, മോണോ എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ എന്താ ഇവിടുത്തെ മീനിങ്? ലിഗാൻഡ്സ് which can coordinate to the central ion through only one donor atom. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പം ലിഗാൻഡ് ഞാൻ പറഞ്ഞു, ലിഗാൻഡ് ആരാണ്? ലൂയിസ് ബേസ് ആണ്. ലൂയിസ് ബേസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾ. അപ്പൊ ഇയാൾക്ക് എന്തുണ്ട്? ലോൺ പെയർ ഉണ്ട്. ഒരു ഡോണർ ആറ്റം ആണ് ഇലക്ട്രോണിനെ കൊടുക്കുന്നെങ്കിൽ അയാളെ എന്തെന്ന് വിളിക്കുന്നു? യൂണിഡെൻഡേറ്റ് എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ നോക്കിയേ, ഞാൻ പറഞ്ഞു അമോണിയ എക്സാമ്പിൾ ആണ് യൂണിഡെൻഡേറ്റ്. കാരണം അമോണിയക്ക് ഒരു ലോൺ പെയർ ഉണ്ട്. ഇവിടുത്തെ ഡോണർ ആറ്റം ആരാ? നൈട്രജൻ ആണ് ഇവിടുത്തെ ഡോണർ ആറ്റം എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ഒരാറ്റമാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോണിനെ കൊടുക്കുന്നത്. അയാൾ എന്താണ്? യൂണിഡെൻഡേറ്റ് ആണ്. ഇനി അടുത്ത നോക്കിയേ, വാട്ടർ മോളിക്യൂളിനകത്ത് ഓക്സിജൻ ആണ് ഡോണർ ആറ്റം, ഒരാറ്റം മാത്രമേ ഇലക്ട്രോണിനെ കൊടുക്കുന്നുള്ളൂ. അയാളാണ് H2O. അയാൾ എന്താണ്? യൂണിഡെൻഡേറ്റ് ആണ്. Cl - Cn - OH - O2 - NO2 - CO ഇതെല്ലാം എന്താണ്? യൂണിഡെൻഡേറ്റ് ലിഗാൻഡ്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ചിലതിന് നെഗറ്റീവ് ചാർജ് ഉണ്ട്, ചിലത് ന്യൂട്രൽ ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ അമോണിയ എന്താണ്? ന്യൂട്രൽ ആണ്, ചാർജ് ഒന്നും ഇല്ല. വാട്ടറിനും ചാർജ് ഒന്നും ഇല്ല, ഇവർക്കൊക്കെ -1 ചാർജ് ആണുള്ളത്. ദെൻ CO എന്താണ്? ഒരു ന്യൂട്രൽ ആയിട്ടുള്ള യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. അപ്പൊ യൂണിഡെൻഡേറ്റ് ലിഗാൻഡിലെ മോണോഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതിനൊറ്റ ഡോണർ ആറ്റം മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഈ ഒരു ടേബിൾ നിങ്ങൾ ഓർത്തിരിക്കുക. മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന ലിഗാൻഡുകളാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇത് നിങ്ങൾ പഠിക്കണം. സോ ഈ ലിഗാൻഡ് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ കാണും. സോ ലിഗാൻഡ് ഏതാണ്, അതിന്റെ ഡോണർ ആറ്റം ഏതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞതാണ് വാട്ടർ എന്ന് പറഞ്ഞാൽ H2O എന്നാണ്. ഡോണർ ആറ്റം ആരാണ്? ഓക്സിജൻ ആണ് ഡോണർ ആറ്റം. നെക്സ്റ്റ് അമോണിയ NH3 ആരാ ഡോണർ ആറ്റം? നൈട്രജനിലാണ് ലോൺ പെയർ ഉള്ളത്. ഇവിടെ ഓക്സിജനിലാണ് ലോൺ പെയർ ഉള്ളത്. സോ ഇവിടെ 2 ലോൺ പെയർ ഉണ്ട്, രണ്ടും കൊടുക്കത്തില്ല, ഒരു ലോൺ പെയറേ കൊടുക്കത്തുള്ളൂ. ഇവിടെ നൈട്രജനിലാണ് ലോൺ പെയർ ഉള്ളത്. ആ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ഡൊണേറ്റ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ആള് പിരിഡീൻ, ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ് പിരിഡീൻ. ഫോർമുല C5H5N. എന്താ പിരിഡീൻ? ആരാ? നമ്മുടെ ബെൻസീൻ പോലെ ഇരിക്കുന്ന ഒരു കോമ്പൗണ്ടാണ്. ഇവിടെ നൈട്രജനാ വരുന്നുള്ളൂ. ഇതാണ് നമ്മുടെ പിരിഡീൻ. ഈ പിരിഡീനിൽ നൈട്രജനിൽ എന്തുണ്ട്? ലോൺ പെയർ ഉണ്ട്. സോ ഡോണർ ആറ്റം എന്ന് പറയുന്നത് N ആയിരിക്കും.
ഇനി നെക്സ്റ്റ് കാർബണൈലാണ്, CO ആണ്, ന്യൂട്രൽ ആയിട്ടുള്ള ലിഗാൻഡ് ആണ്, ഇവിടുത്തെ ഡോണർ ആറ്റം ഓക്സിജൻ ആണ്. ഇനി നൈട്രോസിൽ NO, ഡോണർ ആറ്റം N ആണ്. ട്രൈഫിനൈൽ ഫോസ്ഫീൻ നമ്മൾ പഠിക്കുന്നതാണ്, PPH3 എന്നാണ് നമ്മൾ പറയുക. സോ PPH3 എന്നും ഇതിനെ എഴുതാറുണ്ട്. ഫിനൈൽ, PH എന്ന് പറഞ്ഞാൽ ഫിനൈൽ റിങ്ങിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഡോണർ ആറ്റം ഫോസ്ഫറസ് ആണ്, ഫോസ്ഫറസിൽ എന്തുണ്ട്, ലോൺ പെയർ ഉണ്ട്. ദെൻ ഹാലൈഡ് അയോൺസ് നമ്മുടെ ക്ലോറൈഡ്, ബ്രോമൈഡ്, അയോഡൈഡ് ഒക്കെയാണ്. സോ ഇവിടെയും ഡോണർ ആറ്റം നമ്മുടെ ഹാലജൻസ് ആണ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാലജൻ ആയിരിക്കും. ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ OH മൈനസ് ആണ്, ഡോണർ ആറ്റം ആരാണ്, ഓക്സിജൻ ആണ്. ദെൻ സൈനൈഡ് എന്ന് പറഞ്ഞാൽ Cn മൈനസ് ആണ്, ഡോണർ ആറ്റം ആരാണ്, നൈട്രജൻ ആകാം അല്ലെങ്കിൽ കാർബൺ ആകാം. ഓക്കെ, അപ്പൊ രണ്ട് ഡോണർ ആറ്റം, ഡിഫറെന്റ് ആയിട്ടുള്ള ഡോണർ ആറ്റം വരുന്നവരെ നമ്മൾ വേറൊരു പേര് വിളിക്കും, അവരെ ആംബിഡെന്റേറ്റ് എന്ന് വിളിക്കാം. നമ്മൾ മുന്നോട്ട് പോകാൻ പഠിക്കും ആംബിഡെന്റേറ്റ്. എന്താ ആംബിഡെന്റേറ്റ്? അവരെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും എന്താണ് ആംബിഡെന്റേറ്റ് എന്നുള്ളത്. സോ ഇവർക്ക് കാർബൺ വഴിയും കോർഡിനേറ്റ് ചെയ്യാം, നൈട്രജൻ വഴിയും കോർഡിനേറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷെ അറ്റ് എ ടൈം ഒരാൾ വഴിയെ കോർഡിനേറ്റ് ചെയ്യത്തുള്ളൂ, അതാണ് അവരുടെ പ്രത്യേകത. ഓക്കെ, ഇനി നൈട്രോ ആരാ, NO2 മൈനസ് ആണ്, ഡോണർ ആറ്റം നൈട്രജൻ ആയിരിക്കും. നൈട്രിറ്റോ ആണെന്നുണ്ടെങ്കിൽ ONO മൈനസ് ആണ്, ഡോണർ ആറ്റം ഓക്സിജൻ ആയിരിക്കും. സോ ഇവരെ നോക്കിയേ, NO2ഉം ONO മൈനസും ഇവർ ശരിക്കും സെയിമാ. നൈട്രജൻ ആണെങ്കിൽ നൈട്രോ എന്ന് വിളിക്കും, ഓക്സിജൻ ആണ് കോർഡിനേറ്റ് ചെയ്യുന്നെങ്കിൽ, ഡൊണേറ്റ് ചെയ്യുന്നെങ്കിൽ അയാളെ നൈട്രിറ്റോ എന്ന് വിളിക്കും. ദെൻ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ O2 മൈനസ് ആണ്, ഡോണർ ആറ്റം ഓക്സിജൻ ആയിരിക്കും. ദെൻ തയോസൈനേറ്റോ എന്ന് പറഞ്ഞാൽ SCN മൈനസ് ആണ്. സോ ഇവിടെ നമുക്ക് രണ്ട് ഡോണർ ആറ്റം ഉണ്ട്, ഒന്നുകിൽ സൾഫർ ആകാം, ഒന്നുകിൽ നൈട്രജൻ ആകാം. അറ്റ് എ ടൈം ഒരാളെ ഡൊണേറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അറ്റ് എ ടൈം ഒരാളെ ഡൊണേറ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനത്തെ ലിഗാൻസിനെ നമ്മൾ ആംബിഡെന്റേറ്റ് ലിഗാൻഡ് എന്നാണ് വിളിക്കുന്നത്. ആംബിഡെന്റേറ്റിന്റെ എക്സാമ്പിൾ ആണ് Cn മൈനസ്, NO2, ദെൻ തയോസൈനേറ്റോ. ഓക്കെ, ലാസ്റ്റ് അസറ്റേറ്റ് ആണ്. അസറ്റേറ്റ് എന്ന് പറഞ്ഞാൽ CH3CO മൈനസ് ആണ്, ഇവിടുത്തെ ഡോണർ ആറ്റം ആരാണ്, ഓക്സിജൻ. അപ്പോൾ വളരെ കോമൺ ആയിട്ട് വരുന്ന ലിഗാൻസും അവരുടെ ഡോണർ ആറ്റം ആണ് കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ ചോദിക്കാം ലിഗാൻഡ് എന്നിട്ട് ഡോണർ ആറ്റം ഏതാണ്. സോ ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള സിസ്റ്റംസ് ആണ്. സോ ഇത് ചോദിക്കുമെന്നല്ല പറഞ്ഞത്, ചോദിക്കാം. അപ്പം കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ലിഗാൻസ് വന്നിട്ട് വേണമെങ്കിൽ ചോദിക്കാം ഇതിനകത്ത് ഡോണർ ആറ്റം ആരാണ്. ഓക്കെ, സോ യൂണിഡെന്റേറ്റിന്റെ കാര്യം അത്രയും പറയാനായിട്ടുള്ളൂ. അടുത്തത് ബൈഡെന്റേറ്റ് അല്ലെങ്കിൽ ഡൈഡെന്റേറ്റ്. അപ്പൊ പേരിനകത്ത് തന്നെ ഉണ്ട് ബൈഡെന്റേറ്റ് അല്ലെങ്കിൽ ഡൈഡെന്റേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡോണർ ആറ്റം ഇവർക്കുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം തന്നെ അങ്ങ് പറയാം, രണ്ട് ഡോണർ ആറ്റം ഉണ്ടാവും. സോ രണ്ടുപേരും സെയിം ആയിരിക്കാം, രണ്ടുപേരും ഡിഫറെന്റ് ആയിരിക്കാം. രണ്ടുപേരും സെയിം ആണെങ്കിൽ അവരെ സിമെട്രിക്കൽ ബൈഡെന്റേറ്റ് എന്ന് വിളിക്കും. രണ്ടുപേരും ഡിഫറെന്റ് ആണെങ്കിൽ, രണ്ടുപേരും രണ്ട് വ്യത്യസ്ത ഡോണർ ആറ്റംസ് ആണെങ്കിൽ അൺസിമെട്രിക്കൽ ബൈഡെന്റേറ്റ് ലിഗാൻഡ് എന്ന് വിളിക്കും. പിടികിട്ടിയോ? സോ എന്താ പറഞ്ഞത്, ദ ലിഗാൻഡ്സ് വിച്ച് ഹാവ് ടു ഡോണർ ആറ്റംസ്, അവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരെയാണ് നമ്മൾ ബൈഡെന്റേറ്റ് അല്ലെങ്കിൽ ഡൈഡെന്റേറ്റ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ നോക്കിയേ, ഒന്നാമത്തെ എക്സാമ്പിൾ ഓക്സലേറ്റ് അയോൺ ആണ്. ആരാണ് ഈ ഓക്സലേറ്റ് അയോൺ? നോക്കിയേ, ഞാൻ ഇവിടെ വരയ്ക്കാം. COO മൈനസിനെയാണ് ഓക്സലേറ്റ് എന്ന് വിളിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം, C2O4 2 മൈനസ് എന്നും ഇതിനെ എഴുതാം. ഇതാണ് നമ്മളുടെ ഓക്സലേറ്റ്. ഇതിനെ വീണ്ടും ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ എങ്ങനെ എഴുതും, OX എന്ന് എഴുതും. OX എന്ന് പറഞ്ഞാൽ ഇതിന്റെ മീനിങ് ഇതാണ്. OX എന്ന് പറഞ്ഞാൽ ഓക്സിഡേറ്റ് എന്നാണ് മീൻ ചെയ്യുന്നത്, ഓക്സിഡേറ്റ് അയോൺ എന്നാണ് മീൻ ചെയ്യുന്നത്. C2O4 2 മൈനസ് എന്ന് എഴുതാം. ചിലടത്ത് ഈ പറഞ്ഞ രീതിയിലായിരിക്കും ഉണ്ടാവുക. സോ എന്തായാലും ഇവിടുത്തെ ഡോണർ ആറ്റം ആരാ, ഡോണർ ആറ്റം ഓക്സിജൻ ആണ്. ഓക്സിജൻ ആണ് ഇവിടുത്തെ ഡോണർ ആറ്റം. ഇവിടെ രണ്ട് ഡോണർ ആറ്റം ഉണ്ട്, ഈ ഓക്സിജൻ ഡൊണേറ്റ് ചെയ്യും, ഈ ഓക്സിജൻ ഡൊണേറ്റ് ചെയ്യും. സോ രണ്ട് ഡോണർ ആറ്റം ഉണ്ട്, രണ്ട് ഡോണർ ആറ്റം എന്താ, സെയിം. ഓക്കെ, ഇനി രണ്ടാമത്തെ എക്സാമ്പിള് എത്തിലീൻ ഡയമീൻ. അവരെ നമ്മൾ EN എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എത്തിലീൻ ഡയമീൻ EN. സോ ഇതൊരു നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു ബൈഡെന്റേറ്റ് ലിഗാൻഡ് ആണ്. ഇനി എത്തിലീൻ ഡയമീനെ നമ്മൾ EN എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇയാളെ നമ്മൾ OX എന്ന് റെപ്രസെന്റ് ചെയ്ത പോലെ തന്നെ ഇയാളെ നമ്മൾ EN എന്ന് റെപ്രസെന്റ് ചെയ്യും. സോ ഇതെന്താ, ഈഥൈൻ 1,2 ഡയമീനാണ്. സോ ഇതാണ് CH2NH2. നൈട്രജനിൽ ലോൺ പെയർ ഉണ്ട്, നൈട്രജനിൽ ലോൺ പെയർ ഉണ്ട്. അപ്പൊ എന്ത് സംഭവിക്കാം, ഈ ലോൺ പെയറിനെ കൊടുക്കാം, ഈ ലോൺ പെയറിനെ കൊടുക്കാം. അപ്പൊ ഇവിടെ രണ്ട് ഡോണർ ആറ്റം ഉണ്ട്. രണ്ട് ഡോണർ ആറ്റം ആരാ, നൈട്രജൻ ആണ് ഇവിടുത്തെ രണ്ട് ഡോണർ ആറ്റം. ഇവിടെ ആണെങ്കിൽ രണ്ട് ഡോണർ ആറ്റം ഉണ്ട്, രണ്ടും എന്താ, ഓക്സിജൻ ആണ്. അപ്പം രണ്ട് ഡോണർ ആറ്റം ഉണ്ട്, രണ്ടുപേരും സെയിം ആണെങ്കിൽ അവരെ ഞാൻ എന്തെന്നാ വിളിച്ചേ, സിമെട്രിക്കൽ ബൈഡെന്റേറ്റ് ലിഗാൻഡ് എന്നാണ് വിളിച്ചത്. ഇനി രണ്ട് ഡോണർ ആറ്റം ഉണ്ട്, പക്ഷെ രണ്ടുപേരും ഡിഫറെന്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവരെ എന്തെന്ന് വിളിക്കും, അൺസിമെട്രിക്കൽ ബൈഡെന്റേറ്റ് എന്ന് വിളിക്കും. ഓക്കെ, സോ അതാണ് നമ്മുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ അത് ഓക്സിലേറ്റിനെ നമ്മൾ അബ്രിവിയേറ്റ് ചെയ്യുന്നത് OX എന്നും എത്തിലീൻ ഡയമീനെ നമ്മൾ അബ്രിവിയേറ്റ് ചെയ്യുന്നത് EN എന്നാണ്
ആണെന്ന് ഓർത്തിരിക്കുക. സോ അത് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ അത് പഠിക്കും. കാരണം നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനെ ആ രീതിയിൽ നിങ്ങൾ കോംപ്ലക്സിനകത്ത് അങ്ങനെ ആയിരിക്കും കാണുക. സോ അതുകൊണ്ട് അത് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ഗ്ലൈസിനേറ്റ് അയോൺ ആണ് നെക്സ്റ്റ് എക്സാമ്പിൾ. ഗ്ലൈസിനേറ്റിന്റെ പ്രത്യേകത നോക്കിയേ, GLY എന്നാണ് നമ്മൾ അതിനെ ഡിസിനേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് രണ്ട് ഡോണർ ആറ്റം ഉണ്ട്, പക്ഷെ രണ്ട് ഡിഫറൻറ്റ്. നോക്കിയേ, 2 ഡിഫറൻറ്റ് ഡോണർ ആറ്റം. ആരൊക്കെയാണ്? നൈട്രജനും ഓക്സിജനും. അപ്പൊ ഇതിന്റെ ഫോർമുല എന്താന്ന് നോക്കണം. CH2 NH2 COO-. സോ ഇവിടുത്തെ നൈട്രജനും എന്ത് ചെയ്യാം? ഡൊണേറ്റ് ചെയ്യാം. ഇവിടുത്തെ ഓക്സിജനും എന്ത് ചെയ്യാം? ഡൊണേറ്റ് ചെയ്യാം. സോ ഇവിടെ രണ്ട് ഡോണർ ആറ്റം ഉണ്ട്, പക്ഷെ ഡോണർ ആറ്റം രണ്ടും ഡിഫറൻറ്റ് ആണ്. അതിനെയാണ് നമ്മൾ ഗ്ലൈസിനേറ്റ് എന്ന് വിളിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കാരണം ബൈഡൻറ്റേറ്റ് ആണ്, രണ്ട് ഡോണർ ആറ്റം ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക? അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ അൺസിമെട്രിക്കൽ ബൈഡൻറ്റേറ്റ് ലിഗാൻഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പം ബൈഡൻറ്റേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡോണർ ആറ്റം ഉണ്ടെങ്കിൽ അവരെ ബൈഡൻറ്റേറ്റ് അല്ലെങ്കിൽ ഡൈഡൻറ്റേറ്റ് എന്ന് വിളിക്കുന്നു. അതിനകത്ത് തന്നെ രണ്ട് പേരുണ്ട്, സിമെട്രിക്കലും ഉണ്ട് അസിമെട്രിക്കലും ഉണ്ട്. സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ രണ്ട് ഡോണർ ആറ്റവും സെയിം ആണ്. ആരെ പോലെ? ഓക്സിലേറ്റിനെ പോലെ, രണ്ടും ഓക്സിജൻ ആണ്. അല്ലെങ്കിൽ എതിലിൻ ഡയമീനെ പോലെ, EN പോലെ, രണ്ടും ആരാണ്? നൈട്രജൻ ആണ്. ഇനി ഒരു നൈട്രജനും ഒരു ഓക്സിജനും വരുന്ന കേസാണ് ഗ്ലൈസിനേറ്റ്. അവരെന്താണ്? അസിമെട്രിക്കൽ ആണ്, അൺസിമെട്രിക്കൽ ആണ്. ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾസ് ഒക്കെ നോക്കാം. ഇതിനെ നമ്മൾ ഡൈപിരിഡീൻ എന്നാണ് വിളിക്കുക. ഇതിനെ നമ്മൾ ഫെൻ എന്നാണ് ഷോർട്ട് ഫോമിൽ വിളിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ മൊത്തം പേരൊന്നും പഠിക്കുകയൊന്നും വേണ്ട. സോ ഫെൻ എന്നും ഡൈപിരിഡീനും ഒക്കെ കണ്ടാൽ ഓർത്തിരുന്നാൽ മതി. രണ്ട് നൈട്രജൻ ഉള്ള ഡൈഡൻറ്റേറ്റ് ലിഗാൻഡിന്റെ എക്സാമ്പിൾ ആണ് ഡൈപിരിഡീനും ഫെന്നും ഒക്കെ. ഓക്കെ, ഇതൊക്കെ എന്താണ്? രണ്ട് നൈട്രജൻ ആറ്റം, രണ്ട് ഡോണർ ആറ്റം ഉള്ള ബൈഡൻറ്റേറ്റിന്റെ എക്സാമ്പിൾ ആണ്. ഞാൻ പറഞ്ഞ സിമെട്രിക്കൽ ബൈഡൻറ്റേറ്റ് ലിഗാൻഡും അസിമെട്രിക്കൽ ബൈഡൻറ്റേറ്റിന്റെ എക്സാമ്പിൾ ഓർത്തിരിക്കണം. സിമെട്രിക്കൽ ബൈഡൻറ്റേറ്റ് ലിഗാൻഡ് ഓൾറെഡി നമ്മൾ പഠിച്ചു. എത്തിലീൻ ഡയമൈനും ഓക്സലേറ്റും ഈ പറഞ്ഞ ഡൈപിരിഡീനും ഫെന്നും ഒക്കെ എന്തിന് എക്സാമ്പിളാ? സിമെട്രിക്കൽ ഡൈഡൻറ്റേറ്റ് ലിഗാൻഡ് എക്സാമ്പിളാ. സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ രണ്ട് ഡോണർ ആറ്റം ഉണ്ട്, രണ്ടും സെയിം ആയിരിക്കും. അസിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ രണ്ട് ഡോണർ ആറ്റം ഉണ്ട്, രണ്ടും ഡിഫറൻറ്റ് ആയിരിക്കും. അതിന് എക്സാമ്പിൾ ഗ്ലൈസിനേറ്റ് അയോൺ ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് നൈട്രജൻ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഓക്സിജൻ ആയിരിക്കും അതിന്റെ ഡോണർ ആറ്റം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ബൈഡൻറ്റേറ്റ് ലിഗാൻഡ് പഠിച്ചു. ഇനി നെക്സ്റ്റ് പോളിഡെൻഡേറ്റ്. പോളിഡെൻഡേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രണ്ടിൽ കൂടുതൽ വരുന്ന ഡോണർ ആറ്റംസ് ഉള്ളതിനെയാണ് നമ്മൾ ഒരുമിച്ച് പോളിഡെൻഡേറ്റ് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. 3 ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ട്രൈഡെൻഡേറ്റ് അല്ലെങ്കിൽ ടെർഡെൻഡേറ്റ് എന്ന് വിളിക്കുന്നു. 4 ഡോണർ ആറ്റം ആണെങ്കിൽ ടെട്രാഡെൻഡേറ്റ്, 5 ആണെങ്കിൽ പെന്റാഡെൻഡേറ്റ്, 6 ആണെങ്കിൽ ഹെക്സാഡെൻഡേറ്റ്. ഇതിന് ഓരോന്നിനും എക്സാമ്പിൾ ഓർത്തിരിക്കണം. ഓക്കെ, സോ നോക്കിയേ, ഡൈ എത്തിലീൻ ട്രൈ അമീൻ. ഇവിടുത്തെ ഈ ട്രൈ കണ്ടോ? അതിന്റെ അർത്ഥം 3 നൈട്രജൻ ആണ് ഇവിടുത്തെ ഡോണർ ആറ്റം എങ്കിൽ ഇയാൾ എന്തിന് എക്സാമ്പിൾ ആയിരിക്കും? ട്രൈ അല്ലെങ്കിൽ ടെർഡെൻഡേറ്റിന് എക്സാമ്പിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ പോളിഡെൻഡേറ്റ് ലിഗാൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. പോളിഡെൻഡേറ്റ് ലിഗാൻസ് ട്രൈ ഉണ്ട്, ടെട്ര ഉണ്ട്, പെന്റ ഉണ്ട്, ഹെക്സ ഉണ്ട്. ട്രൈ എന്ന് പറഞ്ഞാൽ 3 ഡോണർ ആറ്റംസ് വേണം. അതിന് എക്സാമ്പിൾ ആരാണ്? ഡൈ എത്തിലീൻ ട്രൈ അമീൻ. ട്രൈ അമീൻ എന്ന് പറഞ്ഞാൽ 3 നൈട്രജൻ ആണ് ഇവിടുത്തെ ഡോണർ ആറ്റം. ഇനി അടുത്തത് നോക്കിയേ, ടെട്രാഡെൻഡേറ്റ് ലിഗാൻഡ്. എക്സാമ്പിൾ ആരാ? നോക്കിയേ, ട്രൈ എത്തിലീൻ ടെട്രമീൻ. അമീൻ എന്ന് പറഞ്ഞാൽ നൈട്രജനാ. അപ്പം ടെട്രമീൻ എന്ന് പറഞ്ഞാൽ 4 നൈട്രജൻ ആണ് ഇവിടുത്തെ ഡോണർ ആറ്റം. ഇനി പെന്റാഡെൻഡേറ്റിന് എക്സാമ്പിളോ? നോക്കിയേ, പെന്റാഡെൻഡേറ്റിന് എക്സാമ്പിൾ ആണ് എത്തിലീൻ ഡൈഅമീൻ ട്രൈ അസറ്റേറ്റ്. നോക്കിയേ, ഡൈഅമീൻ എന്ന് പറഞ്ഞാൽ 2 നൈട്രജൻ, ട്രൈ അസറ്റേറ്റിനകത്ത് ആരായിരുന്നു ഡോണർ ആറ്റം? O ആയിരുന്നു ഡോണർ ആറ്റം. അപ്പൊ ട്രൈ അസറ്റേറ്റ് 3 ഓക്സിജനും 2 നൈട്രജനും. ഏതിന് എക്സാമ്പിളാ? പെന്റാഡെൻഡേറ്റിന് എക്സാമ്പിളാ. ഇനി ഹെക്സാഡെൻഡേറ്റ് വളരെ ഫേമസ് ആയിട്ടുള്ള EDTA ആണ്. എത്തിലീൻ ഡൈഅമീൻ ടെട്രാ അസറ്റേറ്റ്, 2 നൈട്രജനും 4 ഓക്സിജനും, 4ഉം 2ഉം 6. അതിനെയാണ് നമ്മൾ ഹെക്സാഡെൻഡേറ്റ് എന്ന് വിളിക്കുന്നത്. ഇതിനെ നമ്മൾ EDTA എന്നാണ് ഷോർട്ട് ഫോമിൽ വിളിക്കുക. ഓക്കെ, സോ ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് എക്സാമ്പിൾ ആണ് EDTA എന്ന് പറയുന്നത്. സോ 2 നൈട്രജൻ ആറ്റവും 4 ഓക്സിജൻ ആറ്റവും കൂടെ ആണ് അവിടുത്തെ ഡോണർ ആറ്റമായിട്ട് ബിഹേവ് ചെയ്യുന്നത്. EDTയുടെ സ്ട്രക്ചർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. എത്തിലീൻ ഡൈഅമീൻ എന്ന് പറയുന്ന ആ 2 നൈട്രജൻ ആണ് ഇവിടുത്തെ ഡോണർ ആറ്റം. ടെട്രാ അസറ്റേറ്റ് ഗ്രൂപ്പ്. ഇതൊരു അസറ്റേറ്റ് ഗ്രൂപ്പ്, ഇത് വേറെ അസറ്റേറ്റ് ഗ്രൂപ്പ്, ഇത് വേറെ അസറ്റേറ്റ് ഗ്രൂപ്പ്, ഇത് വേറെ അസറ്റേറ്റ്. അപ്പൊ ടെട്രാ അസറ്റേറ്റ് 4 എണ്ണം വരണം. 1 2 3 4. സോ ഇവിടുത്തെ ഡോണർ ആറ്റം ആരാ? ഓക്സിജൻ. ഇവിടെ ഓക്സിജൻ, ഇവിടെ ഓക്സിജൻ, ഇവിടെ ഓക്സിജൻ, ഇവിടെ ഓക്സിജൻ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? EDTA 4- എന്ന് വിളിക്കുന്നത്. അപ്പൊ EDTA 4- എന്ന് പറയുന്നത് എത്തിലീൻ ഡൈഅമീൻ ടെട്രാ അസറ്റേറ്റ് ആണ്.
എന്നാ ലിഗാൻഡ? ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ. 2 നൈട്രജൻ ആറ്റവും 4 ഓക്സിജൻ ആറ്റവും ആണ് അവിടെ ഡോണർ ആറ്റമായിട്ട് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ആ പറഞ്ഞ ആൾക്കാരുടെ ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ട്രൈഡന്റേറ്റിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് ഡൈ എത്തിലീൻ ഡൈഅമീൻ ആണ്. സോ നോക്കിയേ, നൈട്രജൻ 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 ട്രൈഡന്റേറ്റ് ലിഗാൻഡ് ആണ്. ഇനി ടെട്രാഡെൻഡേറ്റ് ലിഗാൻഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ട്രൈ എത്തിലീൻ ടെട്രമീൻ ആണ്. സോ ഒരു നൈട്രജൻ, രണ്ടാമത്തെ നൈട്രജൻ, മൂന്നാമത്തെ നൈട്രജൻ, നാലാമത്തെ നൈട്രജൻ. സോ ഇവിടെ ഒരു മെറ്റൽ ആയിരിക്കും വരിക, ഇവിടെ എന്താണ് ഒരു മെറ്റൽ ആയിരിക്കും. നെക്സ്റ്റ് പെന്റാഡെൻഡേറ്റിന് എക്സാമ്പിൾ നോക്കിയേ, എത്തിലീൻ ഡൈഅമീൻ ട്രൈ അസറ്റേറ്റ് ആണ്. സോ ഒരു ഓക്സിജൻ, 2 ഓക്സിജൻ, 3 ഓക്സിജനും 2 നൈട്രജനുമാണ്. നോക്കി ഏതൊക്കെ നൈട്രജനാ? ഈ നൈട്രജനും ഈ നൈട്രജനും. സോ 3 2 5, 3 ഓക്സിജനും 2 നൈട്രജനും. അങ്ങനെയാണ് 3 2 5 പെന്റാഡെൻഡേറ്റ് വന്നത്. ഹെക്സാഡെൻഡേറ്റ് നമ്മൾ ഓൾറെഡി നോക്കി, 2 നൈട്രജനും 1 2 3 4 4 ഓക്സിജൻ, 2 നൈട്രജനും 4 ഓക്സിജനാണ് വരുന്നത്. ഇതിനെ നമ്മൾ ഹെക്സാഡെൻഡേറ്റ് എന്നാണ് വിളിക്കുക. EDT എന്നാണ് അതിന്റെ ഫുൾ നെയിം എന്ന് വരിക. ഓക്കെ, സോ ട്രൈഡെൻഡേറ്റിന് എക്സാമ്പിൾ ഓർത്തിരിക്കുക, ടെട്രാഡെൻഡേറ്റ്, പെന്റാഡെൻഡേറ്റ് ആൻഡ് ഹെക്സാഡെൻഡേറ്റ്. ഓക്കെ, സോ ഇതിനെ മൊത്തത്തിൽ ഞാനൊരു ടേബിളിലോട്ട് അങ്ങ് ആക്കുക. ഓക്കെ, അപ്പോൾ എതിലിൻ ഡൈഅമീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നൈട്രജൻ ആറ്റമാണ് ഡോണർ ആറ്റം എന്ന് പറയുന്നത്. 2 നൈട്രജൻ ആറ്റമാണ് ഇവിടുത്തെ ഡോണർ ആറ്റം, EN എന്നാണ് ഇതിനെ പറയുക. ഇനി ഓക്സലേറ്റ് അയോൺ ആണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ, 2 ഓക്സിജൻ ആണ് ഇവിടുത്തെ ഡോണർ ആറ്റം എന്ന് പറയുന്നത്. OX എന്നാണ് ഇതിനെ നമ്മൾ അബ്രിവിയേറ്റ് ചെയ്യുന്നത്. ദെൻ ഗ്ലൈസിനേറ്റിനകത്ത് ഒരു നൈട്രജനും ഉണ്ട്, ഒരു ഓക്സിജനും ഉണ്ട്. GLY എന്നാണ് നമ്മൾ അതിനെ അബ്രിവിയേറ്റ് ചെയ്യുന്നത്. ഇനി അസറ്റൈനേറ്റോ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ACAC എന്നായിരിക്കും നിങ്ങൾക്ക് ലിഗാൻഡിനകത്ത് കാണുക. ഓക്സിജൻ ആണ് അവിടുത്തെ ഡോണർ ആറ്റം എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മളിപ്പം പറഞ്ഞ ഡൈമീഥൈൽ ഗ്ലയോക്സിമേറ്റോ ആണ്. ഡൈമീഥൈൽ ഗ്ലയോക്സിമേറ്റോ നമ്മൾ മുമ്പേ പറഞ്ഞ ഗ്ലൈസിനേറ്റിന്റെ വേറൊരു വേർഷൻ ആണ്. ഇവിടെ ഓക്സിജനും നൈട്രജനും ആണ് ഇവിടുത്തെ ഡോണർ ആറ്റം. ഇതും എന്താണ് ഒരു അസിമെട്രിക്കൽ ആയിട്ടുള്ള ബൈഡനേറ്റിന് എക്സാമ്പിൾ ആണ്. ദെൻ ബൈപിരിഡീൻ നമ്മൾ പറഞ്ഞു, ഫെന്ന് നമ്മൾ പറഞ്ഞു, നൈട്രജൻ ആണ് ഡോണർ ആറ്റം. ഡൈൻ പറഞ്ഞു, അതൊരു ട്രൈഡെൻഡേറ്റ് ലിഗാൻഡ് എക്സാമ്പിൾ ആണ്. ദെൻ ടെട്രാഡെൻഡേറ്റ് ലിഗാൻഡ്, പെന്റാഡെൻഡേറ്റ് ലിഗാൻഡ് ആൻഡ് ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ്. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അതിനെ ഒന്നുകൂടെ ഒരു ടേബിൾ ഫോമിലേക്ക് മാറ്റി എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, മാറ്റി എന്നുള്ളതേ ഉള്ളൂ. സോ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വളരെ പതുക്കെയാണ് പോകുന്നത്. കോർഡിനേഷൻ കോമ്പൗണ്ട് എന്താണെന്ന് പഠിച്ചു, കോർഡിനേഷൻ എൻറ്റിറ്റി എന്താണെന്ന് പഠിച്ചു, കോർഡിനേഷൻ സ്പിയർ എന്താണെന്ന് പഠിച്ചു, കൗണ്ടർ അയോൺ എന്താണെന്ന് പഠിച്ചു, ലിഗാൻഡ് എന്താണെന്ന് പഠിച്ചു, മെറ്റൽ ആറ്റം എന്താണെന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ അവരുടെ ലിഗാൻസിനെ കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കി. ലിഗാൻഡിനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം അവരുടെ ഡോണർ ആറ്റത്തെ അനുസരിച്ച്. യൂണിഡെൻഡേറ്റ്, ബൈഡെൻഡേറ്റ്, പോളിഡെൻഡേറ്റ്. പോളിഡെൻഡേറ്റ് എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ വരുന്ന ആൾക്കാർ, 3 4 5 6 ഓരോന്നിനും എക്സാമ്പിൾ പഠിച്ചു. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എക്സാമ്പിൾ EDT എന്ന് പറഞ്ഞാൽ ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെറ്റൽ ലൂയിസ് ആസിഡ് ആണെന്നും ലിഗാൻഡ് ലൂയിസ് ബേസ് ആണെന്നും പറഞ്ഞു. ഇവർ തമ്മിലുള്ള ബോണ്ടിനെ എന്തെന്ന് വിളിച്ചു? കോർഡിനേറ്റ് ബോണ്ട് എന്ന് വിളിച്ചു. ഓക്കെ, സോ ടൈപ്സ് ഓഫ് ലിഗാൻഡ് ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഈ ടൈപ്സ് ഓഫ് ലിഗാൻഡ്സ് ഓർത്തിരുന്നോണം. ലിഗാൻഡ് കാണുമ്പോൾ തന്നെ ഓർത്തിരുന്നോണം ആരാണ് അവിടുത്തെ ഡോണർ ആറ്റം, അത് ഏത് ടൈപ്പ് ലിഗാൻഡ് ആണ്. യൂണിഡെൻഡേറ്റ് ആണോ, മോണോഡെൻഡേറ്റ് ആണോ, ഇനി എന്തെങ്കിലും ചാർജ് ഉണ്ടോ, ന്യൂട്രൽ ആണോ, ആ ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ച് ഓർത്തിരിക്കാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ടേബിൾ നോക്കുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ,